ഓക്കെ. നമസ്കാരം നിലനിർത്തും, സക്കാത്ത് കൊടുക്കും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, അള്ളാഹുങ്കലേക്ക് ആകുന്നു എല്ലാത്തിന്റെയും അവസാനം. ഈ 41-ാമത്തെ ആയത്ത് ഇവിടെ പറയാനുള്ള കാരണം നമ്മൾ ഒന്ന് ബാക്കിലേക്ക് പോകണം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച 38-ാമത്തെ ആയത്ത് എടുത്തേ. 38-ാമത്തെ ആയത്ത് എടുത്തേ. എടുത്തോ? ഖുർആൻ ഉണ്ടോ? ഇല്ല. പറ. 38-ന്റെ മീനിങ് എന്താ? ആ യുദാഫിഉ, അള്ളാഹു പ്രതിരോധം ഏർപ്പെടുത്തും എന്ന് പറയുന്ന ആർക്കാണ്? അള്ളാഹു സഹായിക്കും, അള്ളാഹു അവരെ പ്രതിരോധം ഉണ്ടാക്കി കൊടുക്കും. മറ്റുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസുകളിൽ നിന്നും എല്ലാ ഹെൽപ്പും തുടർച്ചയായിട്ടുള്ള പടച്ചവന്റെ സഹായം വന്നുകൊണ്ടിരിക്കും എന്നവിടെ പറഞ്ഞു. അത് ആർക്കാണ്? അതിനൊരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. 38 കഴിഞ്ഞു. 39 ഹജ്ജിന്റെ യുദ്ധത്തിന്റെ പെർമിഷൻ കൊടുത്തു. 40 എല്ലാ മതങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു. ഇനി 41 പറയാണ് അള്ളാഹ് ഇങ്ങനെ സഹായിക്കുമെങ്കിൽ അത് ആരെയാണ്? അവിടെ അള്ളാഹു സഹായിക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള നിലപാടാണ് ജീവിതത്തിൽ എടുക്കേണ്ടത്? ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമത്തത്, ഇൻ മക്കന്നാവും ഫിൽ അർള്, ഭൂമിയിൽ അള്ളാഹു സ്വാധീനം, ഒരു സ്റ്റാറ്റസ്, പൊസിഷൻ, ഒരു ജീവിത സൗകര്യം നൽകിയാൽ ഒന്നാമതായിട്ട് അടിസ്ഥാനപരമായിട്ടൊരു വ്യക്തിക്ക് വേണ്ടത് അഖാമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുക എന്നല്ല ഇതിന്റെ അർത്ഥം. അഖാമു, നമസ്കാരം സ്ഥാപിക്കുക എന്നാ. നമസ്കരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അവന്റെ ഹൃദയത്തിൽ കാണണം. മുമ്പ് പറഞ്ഞതുപോലെ ആദ്യം വേണ്ട ഗുണമാണ് അള്ളാഹുവും അവനും തമ്മിലുള്ള ബന്ധം. അതും 5 നേരം. ഇതിൽ ഒന്നുപോലും കട്ടായി പോകാൻ പറ്റത്തില്ല. അതായത് നമ്മൾ മനുഷ്യ ജീവനെ ഒരു ഫോണിന്റെ സിം ആയിട്ട് ടവറുമായിട്ടുള്ള കണക്ഷൻ പറഞ്ഞതുപോലെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള സ്പിരിച്വൽ കണക്ഷനാണ് നമസ്കാരം. അതൊരു ദിവസം 5 നേരം കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയും അള്ളാഹു അനുവദിക്കുന്നില്ല. അതാണ് അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ ഒന്നാമത്തെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് മുറിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒന്നാമത്തെ കാര്യം തന്നെ കട്ടായി. കാരണം അവന്റെ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് ഷഹാദ് കലിമ കഴിഞ്ഞാൽ നമസ്കാരമാണ്. അത് കട്ടായി ഇത് മുറിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തത് വആത്തു സക്കാത്ത്, സക്കാത്ത് നൽകുക എന്നുള്ളതാണ്. അപ്പൊ പടച്ചവൻ മുസ്ലിമീങ്ങൾക്ക് ഭൂമിയിൽ അധികാരം നൽകിയാൽ അവരെ അള്ളാഹുവിന്റെ സഹായം വരണമെങ്കിൽ ആദ്യം അവൻ സ്പിരിച്വൽ ആയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നതോടൊപ്പം തന്നെ രണ്ടാമത് എക്കണോമിക്കൽ ഒരു പൊസിഷൻ, പാവങ്ങളായ ആളുകളിലേക്ക്, അള്ളാഹു പറഞ്ഞ 8 വിഭാഗം ജനങ്ങളുണ്ട് നമുക്ക് ചുറ്റും, അവരിലേക്ക് സക്കാത്ത് എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ബാധ്യതയില്ല. ആരുടെ കയ്യിലാണോ 10 പവൻ സ്വർണമോ 590 ഗ്രാം വെള്ളിയോ അതിന്റെ സമ്പാദ്യം ഒരു വർഷം തുടർച്ചയായിട്ട് അവന്റെ കയ്യിലിരിക്കുന്നത്, അതിന്റെ 2.5% നിർബന്ധമായിട്ടും എത്തിച്ചിരിക്കണം. മൂന്നാമത്തത് വഅംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക എന്നുള്ള. നാലാമത്തത് വയൻഹു അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക എന്നുള്ള. നമ്മളിത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നും. ഒരുപാട് പ്രഭാഷണങ്ങളിൽ ആളുകൾ പ്രസംഗിച്ചിട്ട് പോയതാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹ് ഇവിടെ പറഞ്ഞ എത്ര കാര്യമാണ് പറഞ്ഞേ? എത്ര കാര്യം പറഞ്ഞു? 4 കാര്യം. ഈ 4 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഇഖാമത്തു സ്വലാത്ത് എന്നത് ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ ഓർഡർ ആണ്. സ്പിരിച്വൽ ഓർഡർ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എക്കണോമിക് ജസ്റ്റിസ് ആണ്, സാമ്പത്തിക നീതിയാണ്. ഇത് പാലിച്ചില്ല എങ്കിൽ ഒരു സമൂഹം നശിച്ചു പോകും. അത് സൈക്കോളജിയും എന്താണ്
സോഷ്യോളജിയും എല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന. കാരണം പണക്കാരായ ആളുകൾ അവരുടെ സമ്പത്ത് അവരുടെ ഗോഡൌണിനകത്ത് പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ സാധനങ്ങൾക്കെല്ലാം വില കൂടും, പാവങ്ങളായ ആളുകൾ പെട്ടുപോകും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ റിലയൻസ് ഒക്കെ പോലത്തെ വൻകിട കുത്തക ബിസിനസ്സുകാര്, നമ്മളിപ്പോ കിഴങ്ങ്, പയറ് പോലുള്ളത് മാർക്കറ്റിൽ നിന്ന് വാങ്ങും. കിലോയ്ക്കൊരു നമുക്ക് എന്താ പറയുക, ഒരു 60 രൂപ 50 രൂപ റേഞ്ചിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട്, അതിൽ കൂടാൻ കുറയാം. ആണെങ്കിൽ ഇത് വരുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ദൂരെയുള്ള പാടങ്ങളിൽ നിന്നും, കിഴങ്ങ് പാടങ്ങളിൽ നിന്നും, തോട്ടങ്ങളിൽ നിന്നും കർഷകർ കൃഷി ചെയ്ത് വളരെ ചെറിയ വിലയ്ക്ക് മാർക്കറ്റിൽ, അവർക്കൊരു 5 രൂപ 10 രൂപയ്ക്കുള്ളൊന്നും ഒരു കിലോയ്ക്ക് കിട്ടൂല, 5 രൂപ കിട്ടുമായിരിക്കും. അത് കൊണ്ട് കൊടുത്ത് അതിന്റെ ഇടനിലക്കാര് ലാഭം എടുത്താണ് നമ്മുടെ മാർക്കറ്റിൽ അത് മൂവാറ്റുപുഴയിൽ വരുന്നത്. നമുക്കത് 60 രൂപയ്ക്ക് കിട്ടും. ഇതിനിടയിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. വൻകിട ഹോൾസെയില്, ചെറിയ ഹോൾസെയില്, ഒരുപാട് ഡ്രൈവേഴ്സ്, അവരുടെ ജോലി കാര്യങ്ങൾ, ഇങ്ങനെ ഒരു വലിയ ചെയിനോട് കൂടിയാണ് മത്സ്യമാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാം. നമ്മുടെ നാട്ടിൽ പ്രൊഡക്ഷൻ നടക്കാത്ത, പുറത്തുനിന്ന് വരുന്ന എല്ലാം, നമ്മുടെ നാട്ടിൽ എന്താ പ്രൊഡക്ഷൻ നടക്കുന്നൊന്നുമില്ല വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഒരു വൻകിട കുത്തക മുതലാളി ക്യാഷ് ഒരുപാട് കയ്യിൽ വെച്ച ഒരു ബിസിനസ്, ഉദാഹരണം നമുക്ക് റിലയൻസിന് എടുക്കാം. അവര് അംബാനി ഗ്രൂപ്പ് തീരുമാനിക്കുകയാണ്, അവര് നേരെ പോകുന്നു. എങ്ങോട്ട് പോകുന്നു? ഈ കിഴങ്ങ് പാടത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ കൃഷി നടക്കുന്ന ഏരിയയിലോട്ട് പോകുന്നു. നിങ്ങൾക്ക് എന്ത് വിലയ്ക്കാണ് നിങ്ങൾ ഇത് കൊടുക്കുന്നത്? അവർ പറയും ഞങ്ങൾ കിലോ 5 രൂപയ്ക്ക് കൊടുക്കണേ. നിങ്ങൾക്ക് ഒരു വർഷം എത്ര ടണ്ണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ നടക്കും? അവർ കണക്ക് കൂട്ടിയിട്ട് പറയും എന്തോ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല. എത്ര പ്രൊഡക്ഷൻ നടക്കും? അവർ ഒരു ഉദാഹരണം പറയാം, ഞങ്ങൾക്ക് ഒരു 100 ടണ്ണ് ഒരു വർഷം നടക്കും. അപ്പൊ 100 ടണ്ണ് അവര് കഷ്ടപ്പെട്ട് വണ്ടിയിൽ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത് അതിനെ ക്യാഷ് വാങ്ങുന്നത്. ഇവര് പറയാണ് ഇന്നാ ആ ക്യാഷിന്റെ ഒരു പകുതി ഇന്നാ പിടിച്ചോളൂ, പകുതി പിടിച്ചോളൂ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഒരു കാരണവശാലും ഇനി മാർക്കറ്റിൽ കൊണ്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ വണ്ടി ഇവിടെ വരും, ഞങ്ങളുടെ വണ്ടിയിലേ കയറ്റാവുള്ളൂ. ഇങ്ങനെ വരുമ്പോ ഈ സാധനം ഒരിക്കലും മാർക്കറ്റിൽ കിട്ടാതാവും. അവർക്ക് റെഡി ക്യാഷും കിട്ടും, മുൻകൂർ ക്യാഷും കിട്ടും. അവരൊരു എഗ്രിമെന്റിൽ എഴുതി ഒപ്പിടേണ്ടി വരും. അവരുടെ പാടത്ത് നിന്ന് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ലാഭകരമാണ്. പിന്നെ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചാല്, ഇത് നേരെ ഇവര് കൊണ്ട് ഇവരുടെ ഗോഡൌണിൽ സൂക്ഷിക്കുന്നു. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? മനസ്സിലാകായികയുണ്ടോ? ഇല്ല. ഇവരുടെ ഗോഡൌണിൽ സൂക്ഷിക്കും. ഇവരുടെ ഗോഡൌണിൽ സൂക്ഷിച്ചു കഴിയുമ്പോൾ മാർക്കറ്റിൽ കിഴങ്ങുമില്ല, പയറുമില്ല. ഇതില്ലാതാകുമ്പം വളരെ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ കാണും. അതിന് നല്ല തീ വിലയും കൊടുക്കേണ്ടി വരും. അപ്പം വില കൂടും സ്വാഭാവികമായിട്ടും. സാധനം ഇല്ലാതെ വരുമ്പോൾ ഇവര് പതിയെ എന്ത് ചെയ്യും? ഇവരുടെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്ന സംഗതി, ഇവര് പതിയെ അത് പുറത്തേക്ക് വിടും. അപ്പൊ പുറത്തേക്ക് വിടുമ്പം 60 രൂപയ്ക്ക് വാങ്ങിക്കുന്നത് 100 രൂപ വില ഇടും. അപ്പൊ ഇവർക്ക് ഒരുപക്ഷെ 5 രൂപയ്ക്ക് പോലും താഴെയാണ് ഈ സാധനം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കരിഞ്ചന്തയ്ക്ക് കൊള്ള ലാഭത്തിന് ഇവർ വിടുമ്പോ ഇവിടുത്തെ മുതലാളിമാരായ ആളുകൾ എന്ന് വെച്ചാൽ, എപ്പോഴും ഒരു സമൂഹത്തിൽ അതിസമ്പന്നരുമുണ്ട്, സമ്പന്നരുമുണ്ട്, ദരിദ്രരുമുണ്ട്, അതിദരിദ്രരുമുണ്ട്. 4 ടൈപ്പ് ആളുകളാണുള്ളത് സമൂഹത്തിൽ. അതിസമ്പന്നരുമുണ്ട്, സമ്പന്നരുമുണ്ട്, പിന്നെ എന്താ പറയുക, മീഡിയം ആൾക്കാരുണ്ട്, ദരിദ്രരുണ്ട്, അതിദരിദ്രരുണ്ട്. 5 ആയില്ലേ? 4 മാത്രമേ മീഡിയത്തിനെ വിട്ടരെ. അപ്പൊ ഈ 4 ടൈപ്പിൽ ഈ ആളുകൾ ഇങ്ങനെ 100 രൂപ 110 രൂപയ്ക്ക് ഇരട്ടി വിലയ്ക്ക് ഈ സാധനം മാർക്കറ്റിൽ രണ്ടാമത് ഇറക്കുമ്പോ ആർക്കാണത് വാങ്ങിക്കാൻ പറ്റുക? പറ. ആ സമ്പന്നന്മാർക്കും ചിലപ്പോ ഒരു മീഡിയം റേഞ്ചിലുള്ളവർക്ക് കുറെ നാള് വാങ്ങിക്കാൻ പറ്റിയേക്കും. ജബീത്ത മൈ കോഫി കുറെ ആൾക്ക് പറ്റിയേക്കും. പക്ഷേ ആ സമൂഹത്തിലുള്ള നേരത്തെ പറഞ്ഞ മുത്തറായ ആളുകൾക്കും കായിനീയങ്ങളായ ആൾക്കും, അതായത് ഫക്കീറന്മാർക്കും മിസ്കിന്മാർക്കും ഒന്നും ഒരു കാരണവശാലും വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ജീവിതം തന്നെ അവർ നാലറ്റവും കൂട്ടിമുടിക്കുക ഒരുപാട് കഷ്ടപ്പെട്ടു പോകുമ്പം
ഇതൊക്കെ അവർക്കൊരു സ്വപ്നമായി മാറും. അങ്ങനെ എക്കണോമിക് സിസ്റ്റം തന്നെ തകർക്കാൻ പറ്റും. ആര് നോക്കിയാൽ? കോടീശ്വരന്മാരായ കുത്തക മുതലാളിമാർ നോക്കിയാൽ. ഇസ്ലാം അതിനൊന്നും ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല, ഒരിക്കലും പറ്റുകയേയില്ല. അങ്ങനെയൊക്കെ ഇപ്പൊ നിലവിൽ നടക്കുന്നുണ്ട്, നമ്മളിവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന സംഭവം ഇവിടെയാണ്. ഈ 590 ഗ്രാം വെള്ളിയുടെ ക്യാഷ് റസൂലുള്ളാഹിയുടെ കാലത്ത് സ്വർണത്തിനും വെള്ളിക്കും സിമിലർ ആയ റേറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോഴേക്കും സ്വർണത്തിന് അങ്ങ് കയറിപ്പോയി. നമുക്ക് സ്വർണം എടുക്കണ്ട, വെള്ളി തന്നെ എടുക്കാം. 590 ഗ്രാം അത് 95 ഗ്രാം, രണ്ടഭിപ്രായമുണ്ട്. ഈ വെള്ളി ഇത് ഇന്ന് ഗ്രാമിന് എത്ര 300 ആണെന്ന് പറയുന്നു. അപ്പൊ ഇന്നത്തെ ഗ്രാമിന്റെ എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സമ്പത്ത് തുടർച്ചയായിട്ട് ഒരു വർഷം ഒരാളുടെ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ഒരാൾക്കത് എന്താണ് കൃഷിയായിട്ടാണെങ്കിൽ അങ്ങനെ, വെള്ളി ആഭരണമായിട്ടാണ് അങ്ങനെ, കറൻസി ആയിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും അയാൾക്ക് ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ 2.5% അയാളുടേതല്ല എന്ന് പറയുന്നു. അതിന്റെ 2.5% അള്ളാഹു പറയുക നിന്റേതല്ല. നീ മുസ്ലിം ആകണമെങ്കിൽ, നിന്റെ ഷഹാദത്ത് സക്സസ്ഫുൾ ആകണമെങ്കിൽ നിനക്ക് താഴെ ആ ഗ്രാമത്തിൽ 8 വിഭാഗം ആളുകൾ താമസിക്കുന്നുണ്ട്. ആ 8-ൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1000 പേരുള്ള ഒരു ഗ്രാമത്തിൽ ഈ ഒരു സിസ്റ്റമാണ് നടപ്പിൽ വരുന്നതെങ്കിൽ അവിടുത്തെ 8 വിഭാഗം ആളുകളെ തെരഞ്ഞുപിടിച്ച് അവിടുത്തെ ആളുകൾ അവരുടെ കൃത്യമായി 2.5% കൊടുക്കുന്നെങ്കിൽ അടുത്ത വർഷമാവുമ്പോഴേക്കും ആ സമൂഹത്തിൽ അതിദരിദ്രന്മാരിൽ നിന്നും ദരിദ്രന്മാരായ ഒരവസ്ഥയിലേക്ക് സമൂഹം മാറും. അതിന്റെ അടുത്ത വർഷം ദരിദ്രന്മാരുടെ ലെവലിൽ നിന്നും സക്കാത്ത് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അവര് മാറും. അപ്പം അതിദരിദ്രതയിൽ കിടന്നൊരു ദരിദ്രരെത്തുകയും അതിദരിദ്രന്മാരായ ആളുകൾ ഇല്ലാതെയാകും. ചുരുക്കം പറഞ്ഞാൽ കുറെ നാൾ ഒരു ഗ്രാമം ഈ സിസ്റ്റം ഫോളോ ചെയ്യുമ്പം ആ നാട്ടിൽ ഫക്കീറന്മാര് ഇല്ലാതാവും, മിസ്കീന്മാര് മാത്രം ശേഷിക്കും. വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുമ്പം മിസ്കീന്മാര് സക്കാത്ത് കൊടുക്കുന്ന മീഡിയം റേഞ്ചിലേക്ക് എത്തും. അപ്പൊ വീണ്ടും ഈ സിസ്റ്റം മുന്നോട്ട് പോകുമ്പം ആ ഗ്രാമത്തിൽ ആരൊക്കെ കാണുകല? കമാൺ, ആരൊക്കെ കാണുകല? കാണുകയില്ല. കാണാതെ വരുമ്പോഴും ഇവർക്ക് 2.5% വെച്ച് മാറ്റുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഇത് അയൽ സ്ഥലത്തേക്ക് കൊടുത്തുവിടും. ഇവിടെ ഇല്ല, കാരണം ഇവിടെ എല്ലാം കൊടുക്കാനുള്ള ആളുകളാ, മേടിക്കാനുള്ള ആളുകൾ ഇല്ലാതെ അടുത്ത സ്ഥലത്തേക്ക് കൊടുത്തുവിടും. അടുത്ത സ്ഥലത്തേക്ക് കൊടുക്കുമ്പം ഒരു എന്താ പറയുന്നത്, ഗ്രാമം എന്ന് പറയുന്നത് സാമ്പത്തികമായി സ്വയം പര്യാപ്തമായി. നോക്കി, എത്രയോ നല്ല എക്കണോമിക് സിസ്റ്റമാണ്. സാമ്പത്തികമായി സ്വയം പര്യാപ്തമായി അടുത്ത സ്ഥലത്തേക്ക് എത്തും. ഇങ്ങനെ എല്ലാ ഗ്രാമങ്ങളും ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് വരുന്നതെങ്കിൽ ആ രാജ്യം തന്നെ നല്ല സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു രാജ്യമായി മാറും. ഇത്രയും നല്ല ഒരു എക്കണോമിക് കൺസെപ്റ്റ് ഖുർആനിനല്ലാതെ ലോകത്ത് ഒരു വേദഗ്രന്ഥത്തിനും മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിട്ടില്ല. ഒരു മനുഷ്യന്റെ തിയറിക്കും അത് മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് പാലിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഇത് മുസ്ലിമീങ്ങൾ ഇത് പാലിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ഈ പായിപ്ര മൂവാറ്റുപുഴ ഏരിയയിലൊന്നും വീടില്ലാത്ത ആളുകൾ കാണുമായിരുന്നില്ല, പട്ടിണിയുള്ള മുസ്ലിമീങ്ങൾ കാണുമായിരുന്നില്ല. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വീടിന് അപേക്ഷ കൊടുത്ത് അപേക്ഷയുമായി നിൽക്കുന്ന ആളുകളോ പള്ളിയുടെ മുമ്പിൽ ലെറ്റർ ആയിട്ട് നിൽക്കുന്ന ആളുകളോ ഒന്നും കാണുകയില്ലായിരുന്നു. അപ്പൊ ഇത് നടപ്പിൽ വരുത്തുന്നുണ്ടോ? നടപ്പിൽ വരുത്തുന്നില്ല. അതുപോലെ നിസ്സാരമായിട്ട് പറഞ്ഞു കൊടുത്ത സാധനമല്ല പഠിച്ചവൻ പറഞ്ഞേ. ഭൂമിയിലെ മനുഷ്യന്റെ അള്ളാഹുവിന്റെ സഹായം തുടർച്ചയായിട്ട് കിട്ടണമെങ്കിൽ ഒന്നാമത് മനുഷ്യനിൽ നിന്ന് വേണ്ടത് സ്പിരിച്വൽ ഓർഡർ ആണ്. ഞാനും അള്ളാഹും തമ്മിലുള്ള കണക്ഷൻ കട്ടാവരുത്. രണ്ടാമത്തത് എക്കണോമിക് ജസ്റ്റിസ് ആണ്, സാമ്പത്തിക നീതി. ചുറ്റുവട്ടത്തുള്ള ആളുകളിലേക്ക് എന്റെ ദീൻ എത്തണം. എങ്ങനെ? സമ്പത്ത് വഴി. അവൻ പോലും അത്ഭുതപ്പെട്ടുകൊണ്ട് 2.5% എനിക്ക് കിട്ടി, ഓ കൊള്ളാലോ. പക്ഷെ ഒരിക്കലും അയാൾ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, വന്ദിക്കുകയോ നന്ദി പറയേണ്ട ആവശ്യമില്ല, കാരണം അയാളുടെ അവകാശമാണ്. അപ്പൊ ഇങ്ങനെ ഒരു നന്ദി പറച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി അവിടെയും ഉണ്ട് സക്കാത്ത് സെൽ പ്രവർത്തിക്കുന്നു. അവിടെ കൊടുത്താൽ മതി. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഒരിക്കലും അയാൾ പറയുന്നില്ല, നമ്മൾ പറയുന്നില്ല. അയാൾ നമ്മുടെ മുമ്പിൽ തലകുനിക്കുകയും വേണ്ട, അയാളെ കാണുമ്പോൾ ഞാനല്ലേ നിനക്ക് തന്നെന്നുള്ള തോന്നൽ കൊടുത്തവനും വരുന്നില്ല. അതുമല്ല,
ചെറിയ ചെറിയ തുകയായിരിക്കും കൊണ്ട് കൊടുക്കുന്നത്. സക്കാത്ത് സെല്ലിൽ എല്ലാം കൂടെ ക്രോഡീകരിക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും ആവശ്യക്കാരായ 5 പേർക്ക് കൊടുത്തു കഴിഞ്ഞാലോ ആ 5 പേര് വരുന്ന വർഷം കാണുകയില്ല, അതിദരിദ്രന്മാരുടെ പട്ടികയിൽ നിന്ന് മാറും. അങ്ങനെ ഒരു 10-25 വർഷം കൊണ്ടും ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ മൂന്നാമത് പഠിച്ചോൻ പറഞ്ഞ എന്താണ്? അമ്രു ബിൽ മാറൂഫ്. ഒന്നാമത് സ്പിരിച്വൽ ഓർഡർ, രണ്ടാമത്തെ എക്കണോമിക് ജസ്റ്റിസ്, മൂന്നാമത്തത് അമ്രു ബിൽ മാറൂഫ്. എന്താ? മോറൽ കൾച്ചർ, നന്മ കൽപ്പിക്കുക, ധാർമ്മികത. ഇത് അത്യാവശ്യമാണ്. നമസ്കരിക്കാത്ത ആളോട് നമസ്കരിക്കാൻ പറയുക, ദീനില്ലാത്തവരോട് ദീനിയായിട്ട് ജീവിക്കാൻ പറയുക. അതേപോലെ നമുക്കറിയാവുന്ന നന്മ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫർസീന എന്ന് പറഞ്ഞ ആള് ചോദിച്ച പോലെയൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യം നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കൽ ബാധ്യതയാണ്. അത് പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ, ഒരു ഹദീസ് ഉണ്ട്, ഒരു ഗ്രാമത്തിലെ ആളുകൾ മുഴുവനും അധർമ്മികളായ ആളുകളാണ്. അപ്പോ അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറയും, ആ നാട്ടിൽ ഒരു പണ്ഡിതനുണ്ട്, അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അയാൾ ഒരിക്കലും ലോകത്തോട് ഇത് പറയുന്നില്ല. മറ്റുള്ളവർ എന്നാ വിചാരിക്കുക, അവർ വേണേൽ അവരുടെ പണിക്ക് നോക്കി പോട്ടെ എന്ന് പറയുന്നില്ല. അപ്പൊ ആ ഗ്രാമത്തിനെ നശിപ്പിച്ചു കളയട്ടെ എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിക്കുമ്പോൾ അള്ളാഹു പറയും, ആദ്യം അവിടുത്തെ ആ പണ്ഡിതന്റെ തലയിലോട്ട് ഒരു മല എടുത്തുകൊണ്ട് വെക്കാൻ പറയും, മലയ്ക്കിടയിൽ വെച്ച് അമക്കി കൊന്നു കളയാൻ പറയും. അതാണ്, അറിയാവുന്നവർക്കിട്ട് പണി കിട്ടും. ഇപ്പൊ പഠിച്ചോനെ വിഷയമായല്ലോ, ഞാനിതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എന്താ ചെയ്യുക? പണി കിട്ടും നമുക്കിട്ട്. അറിയണ്ടായിരുന്നു. അങ്ങനെയല്ല, നമ്മളിത് അറിയണം. അറിഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പറയുക വേണം. പക്ഷെ ആ പറയുന്നത് മറ്റുള്ളവരെ വെറുപ്പിച്ചോണ്ടോ അവരെ ബലമായിട്ട് പിടിച്ചു വലിച്ചുകൊണ്ടോ ഒന്നുമല്ല. അവർക്ക് അവരുടെ അറിവില്ലായ്മയും അശ്രദ്ധയും മാക്സിമം പുറത്തെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു ഈ ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവരോട് പറയണം, ഇതല്ല ജീവിതം, ഇങ്ങനെയല്ല ജീവിതം, ജീവിതത്തിനൊരു അർത്ഥമുണ്ട്, അത് മീനിങ് ഫുൾ ആണ്, ഫ്രൂട്ട്ഫുൾ ആണ്, ശ്രദ്ധിക്കണം. മനുഷ്യൻ ചെയ്യേണ്ടതായ അള്ളാഹുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതാണ് മോറൽ കൾച്ചർ. ഇത് ഒരു നാട്ടിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ അവരിത് നടത്തിയേ തീരൂ. 3. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നഹി അനിൽ മുൻകറാണ്, സോഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്. അതായത് ആ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ക്യാൻസർ, മീൻസ് എന്താണ്, ലഹരി, അല്ലെങ്കിൽ ഇന്നത്തെ നിരീശ്വരവാദം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ജനറൽ ന്യൂട്രാലിറ്റി, മറ്റേ എന്ത് ഡാൻസ് ആയിരുന്നു ആ ഡാൻസിന്റെ പേരെന്താ? സുംബ അല്ലേ? സുംബ. അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് മുന്നോട്ട് സ്കൂളിലൊക്കെ പോവുക, അങ്ങനെ അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പാടില്ല. ഇത് കണ്ടിട്ട് ശബ്ദം ഉയർത്തേണ്ട ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിമാണ്, മുസ്ലിമാണ്, മുസ്ലിമാണ്. ഇവരല്ലാത്ത ആർക്കും ഇതുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല. കാരണം പ്രപഞ്ചനാഥൻ അങ്ങനെ ആ നാല് ആരാധനാ കേന്ദ്രങ്ങളെ പറഞ്ഞിട്ട് അതിന്റെ ഏറ്റവും ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് ലാസ്റ്റാണ് പറഞ്ഞത്, മസാജിദ് അള്ളാഹുവിന്റെ നാമം സ്മരിക്കണം. അപ്പൊ അവർക്ക് മാത്രമാണ് ഈ ഉത്തരവാദിത്വം. അവർക്ക് വേണ്ടിയാണ് ഈ ഭൂമി പോലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവര് ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സോഷ്യൽ പ്രൊട്ടക്ഷനും നടത്തണം. അപ്പൊ ഈ 4 കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, എന്ന് വെച്ചാൽ ഈ 4 കാര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഒരു സമൂഹത്തിൽ കൊളാപ്സ് സംഭവിക്കും, ഒരു സമൂഹം നശിച്ചു പോകും. എത്ര വലിയ സോഷ്യോളജിയും സൈക്കോളജിയും കൂടെ ഒന്നിച്ചറിയാം പഠിച്ചോൻ പറയുന്നത്. ഈ 4 പോയിന്റിൽ ഏതെങ്കിലും ഒന്ന് ഒരു സമൂഹം അശ്രദ്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, സക്കാത്ത് സിസ്റ്റം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, ഒരു വിഭാഗം മുതലാളിമാരും ഒരു വിഭാഗം എപ്പോഴും കൈനീട്ടേണ്ട അവസ്ഥ വരും. വരൂലേ? വരും. സ്പിരിച്വൽ ഓർഡർ, ഒരു മനുഷ്യന്റെ ഉപരിലോകമായിട്ടുള്ള കണക്ഷൻ, അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ വിട്ടു കഴിഞ്ഞാൽ അവൻ എന്താ സംഭവിക്കുന്നത് പറയാമോ? ബാക്കിയെല്ലാം ഉണ്ട്, പടച്ചവനുമായിട്ടുള്ള കണക്ഷൻ ഇല്ല ഒരാൾക്ക്. എന്താ സംഭവിക്കണേ? അതിന് പടച്ചവനായിട്ട് കണക്ഷൻ ഇല്ലേ പിന്നെ എന്ത് ചെയ്യാനാ?
അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. അവർക്ക് സംഭവിക്കുന്ന എന്നാന്നറിയാമോ? അവരുടെ ജീവിതത്തിന് അർത്ഥമില്ലാത്ത, സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും അവരുടെ ജീവിതത്തിൽ. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും എന്തിനാണ് എന്നൊരു ഉത്തരം കിട്ടത്തില്ല. ഈ ജീവിതം തന്നെ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ മുമ്പിലുള്ളത് പരിഹാരം എന്ന് പറയുന്നത് ജീവിതം കൊടുക്കുക, ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. ആ ആത്മഹത്യ ചെയ്യുന്നതിനെ പോലും വലിയൊരു അപകടമായിട്ട് പോലും അവർക്ക് കാണുന്നില്ല. എനിക്ക് ഈ ജീവിതം മടുത്തു, ഈ ജീവിതം വെറുതെ ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. അതേപോലെ പെട്ടെന്നുണ്ടാകുന്ന ഷോക്കുകൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഈ ഞങ്ങളുടെ നാട്ടില് 2 മരണങ്ങൾ സംഭവിച്ചേ. ഞാൻ മുമ്പ് ഒരാളോട് സൂചിപ്പിച്ചായിരുന്നു. ഒരു മദ്രസയിൽ പോയിട്ട് വന്ന കുട്ടി 5 മണിക്ക് സ്കൂൾ വിട്ട് വന്ന് മദ്രസയിൽ പോയിട്ട് കൂട്ടുകാരൊന്നിച്ച് 6 മണിക്ക് മദ്രസ വിട്ട് വരുന്ന കുട്ടികൾ ഓട്ടപ്പിടുത്തം എല്ലാം കളിച്ചു. നേരെ ഇരുട്ടി, സന്ധ്യ ആകുന്നിടം വരെ എല്ലാം അതിലെല്ലാം ഓടി തിരിച്ച് നടന്നിട്ട് എല്ലാ പിള്ളേരും വീട്ടിൽ പോയി. ഒരു കൊച്ചു മാത്രം വീട്ടിൽ വന്നില്ല. അവരുടെ ഉമ്മ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് സാധാരണ സമയം കഴിഞ്ഞപ്പോൾ ഉസ്താദിനെ വിളിച്ചു ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു മദ്രസ വിട്ട് എല്ലാവരും പോയിന്ന്. കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഓടിച്ചാടി കളിച്ചായിരുന്നു, എല്ലാവരും വീട്ടിൽ പോയി. അപ്പൊ ഈ കൊച്ചു മാത്രം എവിടെ പോയി? ആകെപ്പാടെ 2-3 കിലോമീറ്റർ ഒരു ഗ്യാപ്പേ ഉള്ളൂ മദ്രസയും വീടും തമ്മിൽ. ഇങ്ങനെ അന്വേഷിച്ച് ആദ്യമൊക്കെ എടാ എടാ എടാന്ന് വിളിച്ചു. പിന്നെ ഒരു 8-10 വയസ്സുള്ള ചെറുക്കനാ. കുറേ വിളിച്ചു 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 വിളിച്ച് ലാസ്റ്റ് വിളിയുടെ ട്യൂണൊക്കെ മാറാൻ തുടങ്ങി. ആളുകളൊക്കെ ഇറങ്ങി ഊർജിതമായിട്ട് തപ്പാൻ തുടങ്ങി. അവസാനം രാത്രിയിൽ ഫയർഫോഴ്സും ഒക്കെ വന്നു. അവിടെ ഒരു പോയോ? അയ്യോ, മ്യൂട്ടായി പോയി. എവിടെ തൊട്ടാ പറയണ്ടേ? വെളിയുടെ ട്യൂണൊക്കെ മാറി ഭയങ്കര ശബ്ദമായി. നാട്ടുകാരൊക്കെ ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്, വക്ക് കെട്ടാത്തൊരു കിണർ. ആ കിണറിൽ പോയി രാത്രിയിൽ ഒരു 9 മണി സമയമൊക്കെ ആയി. എല്ലാരും പോയി നോക്കി, അവിടെ ഒന്നും കണ്ടൊന്നുമില്ല. അങ്ങനെ ഫയർഫോഴ്സ് ഒക്കെ വന്നു. ഒരു 11 മണിയായപ്പോ നല്ല ബ്രൈറ്റ് ലൈറ്റ് അടിച്ച് വീണ്ടും പോയി ആ കിണറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ തല കണ്ടു വെള്ളത്തില്. ആ കൊച്ചു അവിടെ വീണായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ്. ആരും അറിഞ്ഞില്ല. നല്ലൊരു ആങ്കൊച്ച്, ഒന്നും പറയാനില്ല. പിന്നെ എടുത്തു, പിറ്റേന്ന് മയ്യത്ത് നമസ്കാരം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ വരുമ്പം അള്ളാഹു ഉള്ളവർക്ക് നമുക്ക് സമാധാനിപ്പിക്കാം. ഇത് പടച്ചവന്റെ തീരുമാനമാണ്, പടച്ചവന്റെ തീരുമാനമാണ്. അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ആ കൊച്ചിന് അത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ. അങ്ങനെ ഭരമേൽപ്പിക്കാൻ പറ്റും. അള്ളാഹു ഇല്ലാത്ത, ഉപരിലോകമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യും? ഇങ്ങനെ സംഭവിക്കുമ്പോ എന്ത് ചെയ്യും? കിണർ മൂടുവോ? കിണർ എല്ലാം നശിപ്പിക്കപ്പെടണമെന്ന് പറയുമോ? കിണറാണ് അപകടം. വക്ക് കെട്ടാം, വക്ക് കെട്ടി കിണറ്റി വീണാലോ? അല്ലെങ്കിൽ ഇനിയിപ്പം കിണർ വിട്ടേക്കാം. വേറെ ഒരു സംഭവിച്ചു, ഒരു ആലപ്പുഴയ്ക്ക് കഴിഞ്ഞ വർഷമാണോ മുമ്പത്തെ വർഷമാണോ ഒരു ടൂറ് പോയിട്ട് വന്നിട്ട് അവര് ട്രാവലർ നിർത്തി ഫുഡ് കഴിക്കാൻ എങ്ങാണ്ട് ഇറങ്ങിയതാ. ഹൈവേയുടെ സൈഡില് കാറ് നിർത്തിയിട്ട് ആ കയ്യിൽ നിന്ന് LKG കൊച്ചു ഉമ്മയുടെ കൈ തട്ടിച്ചിട്ട് ഒറ്റ ചാട്ടം. ഹൈവേ കൂടെ പറന്നു വന്ന ബസ് കേറി ഇറങ്ങിപ്പോയി കൺമുമ്പില്. അതെ, ഈയാറ്റുപേട്ടയില്. അത് നമ്മുടെ KNM-ന്റെ ഒരു പ്രവർത്തനം കൂടിയാ, ജാഫർ കാക്കാന്ന് പറയും. അപ്പൊ ഇതിനൊക്കെ എന്താ മറുപടി? ബസ് നിർത്താം, ഹൈവേ ആണ് വിഷയം, ഹൈവേ ആണ് വിഷയം. നമുക്ക് ഹൈവേകൾ വേണ്ട, ഇനി ബസ്സുകൾ നിർത്താം. ചെറിയ സ്പീഡിൽ പോകുന്ന കാളവണ്ടികളൊക്കെ മതി, കുതിരയൊക്കെ മതി. അതാകുമ്പോ ഇങ്ങനെ. ഇതാണോ അതിനുള്ള മറുപടി? അല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഉപരിലോകവുമായിട്ട് ഒന്നാമത്തെ സ്പിരിച്വൽ ഓർഡർ ഇല്ലാത്ത, ഒന്നാമത്തെ കണക്ഷൻ ഇല്ലാത്തവർക്ക് അവരുടെ മുമ്പിൽ ഡിപ്രഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെ ആലോചിച്ചോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവുമായി സ്പിരിച്വലി അത്രയും അകലെയാണ്, ഞാനടക്കം. ഒന്നാമത്തെ കാര്യം ഓർത്തു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഡിപ്രഷൻ മാറുന്നില്ല എങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. കാരണം എന്നെ സമാധാനിപ്പിക്കാൻ അള്ളാഹു വരുന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈവൻ മരണം പോലും, നമ്മുടെ വീട്ടിൽ സംഭവിച്ച മരണം പോലും, സാമ്പത്തിക നഷ്ടം പോലും, പ്രയാസം പോലും എനിക്ക് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ ഭാരം തലയിൽ കയറ്റി വെച്ചിട്ട് അത് അവിടെ അല്ലായിരുന്നെങ്കിൽ, അത് ഇങ്ങനെയായിരുന്നെങ്കിൽ, അവിടെ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ, ആ കിണർ മൂടിയായിരുന്നെങ്കിൽ, അന്നത്തെ ദിവസം മദ്രസയിൽ പഠിത്തമില്ലായിരുന്നെങ്കിൽ, അവരന്ന് ടൂറ് പോയില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ
എങ്കിൽ 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 എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും. ഈ ഹദീസ് നോട്ട് ചെയ്ത് വെച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലവ് എന്ന വാക്ക്, ലവ് എന്നത് LOVE ലവ് സ്നേഹമല്ല. ഈ അറബിയിലെ ലവ് എന്ന വാക്കിന്റെ അർത്ഥം എങ്കിൽ എന്നാണ്. ലവ് എന്ന വാക്ക് ഹറാമാണ്, അത് പറയാൻ പാടില്ല, പിശാചിട്ട് തരുന്ന. അതായത് എങ്കിൽ പാസ്റ്റിൽ സംഭവിച്ച കാര്യത്തെ സംഭവിച്ചതിനെ കുറിച്ച് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആയേനെ. ഇല്ല, ലവ് പറയാൻ പാടില്ല. കഴിഞ്ഞു, പോയി. അപ്പൊ പഠിച്ചവന്റെ തീരുമാനമായിരുന്നു, പഠിച്ചവനെ ഏൽപ്പിച്ചു, ഇനി ബാക്കി വരുന്ന തീരുമാനം. അപ്പൊ ഇങ്ങനെ സമാധാനം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ ഇഖാമത്ത് സലാത്ത്, സ്പിരിച്വൽ ഓർഡർ വേണം. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത് എക്കണോമിക് ജസ്റ്റിസ്. ചില ആളുകൾ ഒന്നാമത്തതിൽ ഓക്കെ ആയിരിക്കും, പഠിച്ചവനായിട്ടുള്ള ബന്ധം പക്കായിരിക്കും, പക്ഷെ അവന് സമ്പത്ത് കാണും, അവനൊരിക്കലും പുറത്തേക്ക് മറ്റുള്ളവർക്ക് കൊടുക്കൂല, അവന്റെ ഇസ്ലാം കംപ്ലീറ്റ് ആവൂല. മൂന്നാമത്തത് മോറൽ കൾച്ചർ. കാരണം അവിടെ ആളുകൾ അറിവ് നിങ്ങൾ വിചാരിച്ചേ, നിങ്ങൾ ഇപ്പൊ ഈ പായിപ്ര, എനിക്കിപ്പോ പായിപ്രല്ലേ പറയാൻ പറ്റത്തില്ല, കുറെ ആൾക്കാരുണ്ട്. പായിപ്ര മൂവാറ്റുപുഴയിലെ ഏരിയയില് നിങ്ങളുടെ മക്കളെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മദ്രസയെ വിടുന്നില്ല. മദ്രസയെ വിട്ടിട്ട് ഒരു ധാർമ്മിക മൂല്യങ്ങളും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ അവരൊക്കെ സാധാരണ സ്കൂളുകളിൽ പഠിച്ച് കോളേജുകളിൽ പഠിച്ച് നമസ്കാരം ഒന്നും ഇല്ലാത്ത, നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു തലമുറ വളർന്നു വരുവാണെങ്കിൽ ഈ നാട്ടിൽ ആര് നന്മ കൽപ്പിക്കും? ആര് നന്മ കൽപ്പിക്കും? അള്ളാഹുവിന്റെ മതമൂല്യങ്ങളെ ആര് പഠിപ്പിക്കും? ഒരൊറ്റ ഹാഫിളീങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇല്ല, ഒറ്റ കിതാബ് പഠിച്ച ആൾക്കാരില്ല, മതം അറിയാവുന്ന ആരുമില്ല. എല്ലാവരും സാധാരണക്കാരാ. മരിച്ചു കഴിഞ്ഞാൽ കട്ടിൽ എങ്ങോട്ട് ഇടണം, കട്ടിലിന്റെ അടിയിൽ പ്ലേറ്റ് വെച്ച് എണ്ണ ഒഴിക്കണോ, ഉസ്താൻ എണ്ണ ചോദിക്കണ്ടേ, ഇന്ന് നിസ്കരിക്കണോ, കൈ എവിടെ വെക്കണം, കാലെവിടെ വെക്കണം, ഇങ്ങനെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഭയങ്കര മതം കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, അറിയാവോ? ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മതം കൊണ്ടുവരുന്നവരറിയാം. ജീവിതത്തിൽ മതമില്ല. ജീവിതത്തിൽ മതമില്ല. കല്യാണമോ വീട്ടിൽ മരണമോ ഒക്കെ സംഭവിക്കും, ഭയങ്കര മതപരമായ നോട്ടമായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് ഇങ്ങോട്ട് എങ്ങനെ വെക്കണം, അത് അങ്ങനെ വെച്ചാൽ ശരിയാവും, ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും അവരെ സംബന്ധിച്ചുള്ള. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ കൂട്ടമാണ് ഒരു ഗ്രാമത്തിലെങ്കിൽ ആ നാട്ടിൽ മോറൽ കൾച്ചർ ഉണ്ടാവുമോ? അള്ളാഹുവിന്റെ മദ്രസകൾ ഉണ്ടാവൂല, പള്ളികൾ ഉണ്ടാവൂല, ബാങ്ക് വിളി കാണും, മുഅദ്ദിനും ഇമാമും മാത്രം കാണും, മോദി ഇമാമായ ഉസ്താദ് മാത്രം കാണും നിസ്കരിക്കാൻ. അപ്പോ മദ്രസകളിലാണും കാണത്തില്ല. ഇങ്ങനെ പ്രവർത്തനങ്ങളും ഒന്നും നടക്കൂല. അതല്ല, നാലാമത്തെ കാര്യം, ഇങ്ങനെ വരുമ്പോ അവിടെ നഹി അനിൽ മുൻകർ, തിന്മ വിരോധിക്കാനും ആള് കാണത്തില്ല. എല്ലാരും അവരവരുടെ പ്രൈവറ്റ് സെൽഫിലേക്ക് ഒതുങ്ങും, സ്വന്തം ജീവിതത്തിലേക്ക് ഒതുങ്ങും. പഠിച്ചവൻ എത്ര വലിയ കാര്യം പറയും. ഈ 4 കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ ഞാൻ സഹായം ഇറക്കുകയുള്ളൂ. ഇന്നല്ലാഹ യുദാഫിഉൽ മുഅ്മിനീൻ, അങ്ങനെയല്ലേ പറഞ്ഞേ? അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണ്? ഇൻ മക്കന്നാഹു ഫിൽ അർദ് അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ നാം അവർക്ക് സ്വാധീനം നൽകിയാൽ അവർ ഈ 4 കാര്യങ്ങൾ പാലിക്കപ്പെടണം. ഈ 4 കാര്യങ്ങൾ പാലിക്കപ്പെടാത്തോളം കിട്ടൂല. ഇനി നമ്മൾ എങ്ങോട്ട് പോവാം? നിങ്ങൾ നേരെ മുഗളന്മാർ ഇന്ത്യയിൽ വന്ന 750 വർഷം ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച തുഗ്ലക് രാജവംശവും മുഗളും എല്ലാവരും ഉണ്ടല്ലോ, ടോട്ടലി മുഗൾ രാജവംശം എന്നാ പറയുന്നത്. അവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. 850 വർഷത്തോളം ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്നിട്ട് ഈ ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമായില്ല. വൈ? എന്തുകൊണ്ടാ? അറിയാമെങ്കിൽ പറ. അതെ, രവി തവണ കറക്റ്റ് ആണ്. ഒന്നാമത്തെ ഇക്കാമത്ത് സലാത്ത് നടപ്പിലാക്കിയില്ല, ഒന്നാമത്തെ സാധനം. അതുപോലെ മോറൽ വാല്യൂസും 3ഉം 4ഉം ഒന്നും നടപ്പില്ല. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. എക്സാമ്പിൾ താജ്മഹൽ തന്നെ. താജ്മഹൽ നിർമ്മിച്ച ആരാണ്? ഷാജഹാൻ. ഒരു ഖലീഫയാണ്, ഒരു ചക്രവർത്തിയാണ്, രാജ്യത്തിന്റെ അന്നത്തെ കാലത്തെ എന്താണ് ഭരണാധികാരിയാണ്. അയാൾ അത് നിർവഹിച്ച ക്യാഷ് എവിടുന്നാണ് ക്യാഷ്?
അതെ, ബൈത്തുൽ മാലിലെ ക്യാഷ് എടുത്താണ് താജ്മഹൽ നിർമ്മിച്ചത്. അവിടെ എക്കണോമിക് ജസ്റ്റിസ് വളർത്തുക പോയിട്ട് അതിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ ടാക്സ് പിടിച്ച പൈസ എടുത്തിട്ടാണ്. അത് ആർക്ക്? രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അതാണ് നിയത്ത്. അതെ, ആർക്ക് വേണ്ടിയിട്ടാ? അത് ഇന്നൊരു അടയാളം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഔറംഗസീബ് എന്ന് പറയുന്ന തന്റെ മോൻ, അദ്ദേഹത്തെ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറയേണ്ടി വരും, എല്ലാവരും മോശമല്ല, അദ്ദേഹം വന്നിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ബൈത്തുൽ മാലിലെ ക്യാഷ്, ആ പാലം നിർമ്മിച്ചതൊക്കെ, ആ വെള്ളിയൊക്കെ പൊളിച്ചെടുത്ത് വീണ്ടും നാണയമായിട്ട് തിരിച്ചു കൊടുത്തു. അദ്ദേഹം തൊപ്പി തുന്നിയൊക്കെയാണ് ജീവിച്ചത്. അപ്പോ 750 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിമുകൾ ഉണ്ടായിട്ട് പോലും ഈ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ സ്വാധീനം അവിടുത്തെ ഒരു ഒറ്റ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, ഇമാം ബുഖാരി, അതേപോലെ ഷാഫി അഹമ്മദ്, ഹനഫി, ഹംബലി, മാലികി, ഇതെല്ലാം ഇറാഖും ഇറാനും റഷ്യയൊക്കെയാണ്. എന്തുകൊണ്ട് ഇന്ത്യ എന്ന് വന്നില്ല? ഈ ഈ 4 കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയില്ല. ഇനി സ്പെയിനിലേക്ക് പോകാം. ഇത് തന്നെയാണ്. സ്പെയിനില് 800-850 വർഷം മുസ്ലിമീങ്ങളായിരുന്നു. അവന്റെ ആദ്യ കാലമൊക്കെ സുവർണ കാലഘട്ടമായിരുന്നു. ഒരുപാട് മുസ്ലിം സയന്റിസ്റ്റുകൾ അവിടുന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് ഫ്ലൈറ്റിന്റെ പറഞ്ഞില്ലായിരുന്നു, ദേഹത്ത് ചിറക് വെച്ച് കെട്ടി പറന്ന. ഈ ക്ലാസ്സിലാണോ പറഞ്ഞേ? പറഞ്ഞായിരുന്നു. പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള മുസ്ലിം സയന്റിസ്റ്റുകളൊക്കെ ഒരുപാട് സ്പെയിനിൽ നിന്നും ഉണ്ടായി. പക്ഷെ പിൽക്കാലമായപ്പോഴേക്കും എന്തായി? തീരെ അധപ്പതിക്കാൻ തുടങ്ങി. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, സ്പെയിനിലെ അവസാനത്തെ മുസ്ലിം ഭരണാധികാരിയുടെ ഭാര്യ, അതായത് രാജ്ഞി, ആ പെണ്ണ് നോക്കുമ്പോ വയലില്, അന്നത്തെ കാലത്ത് അവിടുത്തെ വയലില് ഈ ഗ്രാമീണരായ കർഷകരായ പാവപ്പെട്ട പെണ്ണുങ്ങൾ ചെളിക്കകത്ത് കിടന്ന് പണിയുവാണ്. നില ഉഴുതുവോ എന്തോ ചെയ്യുക. അപ്പൊ ഇത് കണ്ടപ്പോ റാണിക്കൊരു മോഹം, എനിക്കും അതുപോലെ ചെളിയിൽ കിടന്ന് ഉരുളണം എന്ന്. അപ്പൊ രാജാവ് ഈ രാജ്യത്തെ പരമോന്നത ഭരണാധികാരിയുടെ വൈഫിനെ കൊണ്ട് എങ്ങനെയാ ചെളിക്കകത്തിട്ട് ഉരുട്ടുന്നത്? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതുപോലെ പാടം പണിതിട്ട് ടൺ കണക്കിന് ചളി ഇറക്കി, സ്വർണവും ചെളിയും കൂടെ മിക്സ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ പാടം ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്തോട്ട് പറഞ്ഞു പോയി കിടന്ന് ഉരുണ്ടോളാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ അവസാന സംഭവം നടന്നത്. എന്താ സംഭവിച്ചത്? ഒന്നുമില്ല. പോർച്ചുഗീസുകാർ കുരിശുയുദ്ധം നടന്നു. വീണ്ടും നൈസായിട്ട് ചെവിയെ പിടിച്ച് പൊക്കിയെടുത്ത് മാറ്റി അടുത്ത ആൾക്കാർ അവിടെ കയറി. ഇന്ത്യയിൽ എന്താ സംഭവിച്ചത്? ഇത് തന്നെ. പോർച്ചുഗീസുകാർ വന്നു, കുരിശുയുദ്ധം എന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ പല പേരിലും പഠിക്കും. അതൊക്കെ ചരിത്രകാരന്മാരുടെ ഓരോ ലക്ഷ്യങ്ങളൊക്കെയാണ്. ഇവിടെ സ്പൈസസ് വന്നു, കച്ചവടത്തിന് വന്നു. യഥാർത്ഥത്തിൽ അതിനുവേണ്ടി വന്നതൊന്നും അല്ല. ഇസ്ലാമിന്റെ കോലം കെട്ട് തന്നെയാ. അള്ളാഹു സ്വാധീനം കൊടുത്തു. അള്ളാഹു ഉദ്ദേശിച്ച ഈ 4 കാര്യങ്ങൾ നടന്നില്ല, നടപ്പിലാക്കാൻ പറ്റിയില്ല. പഠിച്ചവന്റെ അടുത്ത് വലിച്ചെറിഞ്ഞു. അത് പായ്പ്രയത്നം കളയും, വീട്ടിൽ നിന്നും കളയും, നാട്ടിൽ നിന്ന് കളയും, എവിടുന്നും കളയും, ലോകത്തിന്റെ എവിടുന്നും എടുത്തു കളയും. ഈ 4 ഉദ്ദേശം ഒരു കൗമിനെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ, കാരണം അവരെല്ലായിരുന്നു ലോകത്തിന് വാതക കാണിച്ചു കൊടുക്കണ്ടേ. വേലി തന്നെ വിളവ് തിന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേലി എന്തിനാ? വേലി തന്നെ എടുത്ത് പൊളിച്ചു കളയുക. ഭയങ്കര ആയത്താ സംഭവം. അടിപൊളി ആയത്താണ് ഈ പഠിപ്പിക്കുന്നത്. ഏതൊരു സമൂഹവും ഈ 4 കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റാതെ വരുമ്പോ കൊളാപ്സ് സംഭവിക്കും. ഇനി അടുത്ത ആയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോ നിങ്ങളോട് സ്പെയിനിന്റെയും മുഗളന്മാരുടെ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ, അള്ളാഹു നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തരുന്നുണ്ട്. നോക്കാം. 42 വ ഇൻ യുക്കസിബുക, റസൂലുള്ളാഹിയെ സമാധാനിപ്പിക്കുക. കാരണം ഇത് മക്കയിലാണ് റസൂലുള്ളാഹി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യുന്നില്ല? ഇത് വിശ്വസിക്കുന്നില്ല. അപ്പൊ നബിയോട് പറയുവാണ്, നബിയെ വ ഇൻ യുക്കസിബുക, അവര് താങ്കളെ കളവാക്കുകയാണെങ്കിൽ, താങ്കൾ പറയുന്ന ഒന്നും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ താങ്കൾ വിഷമിക്കേണ്ട. ഫഖദ് കസ്സബത് ഖബ്ലഹും, മുമ്പുള്ള ആളുകളുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഈ മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളൊന്നും അവർക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. അത് പാലിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോയ പ്രവാചകന്മാരെ അവർ പല വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ദാ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ കാണിക്കുന്ന ആരെയാണ്? ഖബ്ലഹും ഖൗമു നൂഹ്, നൂഹ് നബി ഇസ്ലാമിന്റെ ജനത, നൂഹിന്റെ ജനത. വ ആദുൻ, ആദു സമൂഹം. വ സമൂദുൻ, സമൂദ് ഗോത്രം. പിന്നെ അടുത്ത ആയത്തിൽ പോയി കഴിഞ്ഞാൽ വ ഖൗമു ഇബ്രാഹിം, ഇബ്രാഹിം നബി ഇസ്ലാം ജനത. വ ഖൗമു ലൂത്ത്, ലൂത്ത് നബിയുടെ ജനത. എത്രണ്ണം പറഞ്ഞു? നൂഹ് 1, ആദ് 2,
അഞ്ചെണ്ണം. അഞ്ചെണ്ണം. അഞ്ച് അഞ്ച് എന്താണ് ജനറേഷനെയാണ് അള്ളാഹു നേരെ കൊണ്ടുപോയത്. ഈ 5 പേരെ പറ്റി നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. കഴിഞ്ഞ കാലഘട്ടത്തിൽ മൊത്തം ഇതാണ് സംഭവിച്ചത്. നല്ല ആളുകൾ വളരെ കുറവായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിന്റെ കുഴപ്പമല്ല, ഇത് നീ പറഞ്ഞിട്ട് നീ ഒരു കൊള്ളരുതാത്ത ആളോ നിന്റെ പ്രസംഗം മോശമായത് കൊണ്ടോ ഒന്നും അല്ല. ജനങ്ങൾ, അതായത് ഫർസീന കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ, എങ്ങനെയാ ഒന്ന് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഫർസീനയോട് ഈ ഖുറാനായത്ത് പറഞ്ഞിരുന്നതാ, ഇതൊരിക്കലും പറഞ്ഞു കൊടുക്കുന്നവരുടെ കുഴപ്പമല്ല. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ ഇങ്ങനെ തന്നെയാണ്. സൗഭാഗ്യന്മാരായ ആളുകളും മനസ്സിലാക്കുന്ന ആളുകളും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിന് കാരണം ഓരോന്നിനെ കുറിച്ചും പഠിച്ചോ. ഇതൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ച സിവിലൈസേഷനുകളാണ്, വേണേൽ കണക്ട് ചെയ്യാൻ പറ്റും. സിവിലൈസേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ? മോഹൻജദാരോ, ഹാരപ്പ, ബാബിലോണിയൻ, അങ്ങനെ ഒരുപാട് സിവിലൈസേഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് സംസ്കാരം? എന്താണ് ഈ സംസ്കാരം? അള്ളാഹു ഒരു നാടിനെ എടുത്ത് കീഴ്മേൽ മറിച്ച് തുടച്ചു കളയുന്നതാണ് സംസ്കാരം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം നദിയിൽ നിന്നും മണ്ണിൽ നിന്നും ഫോസിലുകളും അവരുടെ അവശിഷ്ടങ്ങളും കിട്ടുമ്പം അതിനെക്കുറിച്ച് അടുത്ത തലമുറ പഠിക്കും. എന്നിട്ട് പറയും, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ജനത ജീവിച്ചിരുന്നു. അവരുടെ കുറെ സംഗതികളെ കൊണ്ട് മനസ്സിലാക്കിയിട്ട് സംസ്കാരമായിട്ട് അതിനെ രൂപപ്പെടുത്തിയിട്ട് ഒരു പേര് സിന്ധു നദീതട സംസ്കാരം. അതിനുശേഷം പുതിയ കുട്ടികൾക്ക് സിലബസ് ആയിട്ട് പഠിക്കാൻ കൊടുക്കും. എന്താണ്? സംസ്കാരത്തെ കുറിച്ച് പഠിക്കുക. ഇത്രയേ ഉള്ളൂ. പക്ഷെ അള്ളാഹു പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. അള്ളാഹു ഈ സിവിലൈസേഷനെ നമുക്ക് ചർച്ച ചെയ്തിട്ട് അവരെ പോലെ നിങ്ങളാകാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക്കൽ ട്രാവലിംഗ് തന്നെ പഠിച്ചോ ഇനി നടത്താൻ പോകും നമ്മളെ കൊണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് ഇത്ര നേരം നമ്മളെ പഠിച്ച പ്രിൻസിപ്പിൾസ് ആയിരുന്നു. ലൈഫ് സിസ്റ്റം എങ്ങനെയാണ് ഭൂമിയിൽ നടപ്പിലാക്കേണ്ടതെന്ന് പഠിച്ചവൻ പറഞ്ഞു തന്നു. ഭയങ്കര ഗൗരവമായ ചർച്ച നമുക്ക് പറഞ്ഞു തന്നു. ഇനി പഠിച്ചവൻ പറയാം, എടാ ഒരു കാര്യം ചെയ്യ്, ഒന്ന് പുറകോട്ട് സഞ്ചരിച്ചു നോക്ക്. ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ മണ്ണിൽ ആഴ്ന്നു പോയി. നമുക്ക് അവരെ കുറിച്ചൊന്ന് നോക്കാം. ഇപ്പോ നൂഹ് നബി, ആദ് സമൂഹം, സമൂത് ഗോത്രം, ഇതെല്ലാം ഓരോ സിവിലൈസേഷൻ ആയിരുന്നു. ഇവിടുത്തെ ഒരു ഒരു തത്വചിന്ത പറയാം. അതായത് ഈ നൂഹ് നബിയുടെ ആൾക്കാര് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ 2 വിരലും ചെവിക്കകത്ത് കയറ്റി വെച്ചു, പുതപ്പിട്ട് മൂടി. അങ്ങനെ അവർ ഓടി ഒളിക്കുക. നൂഹിനെ കാണുമ്പോഴേ ഓടിക്കോളാൻ പറയും. അങ്ങനെ 950 വർഷം നോക്കിയിട്ട് കൂടത്തിൽ കിടന്ന ബെഡ്റൂം പങ്കുവെച്ച ഭാര്യയ്ക്ക് പോലും നൂഹ് നബീനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ സത്യം പറയുന്നവരെ എപ്പോഴും ഉണ്ടല്ലോ ഒരു സൊസൈറ്റി റിജക്ട് ചെയ്യും. സത്യം പറയുന്നവരെ എപ്പോഴും സൊസൈറ്റി റിജക്റ്റ് ചെയ്യും. അത് ഓർത്തു വെച്ചോ. സത്യത്തിന്റെ സന്ദേശം സാധാരണ പൊള്ളുന്ന ആർക്കൊക്കെ ആയിരിക്കും അറിയോ? ഒന്ന് ആ നാട്ടിലെ അധികാരികൾക്കായിരിക്കും അധികാരമുള്ളൂ. കാരണം അവർ ദൂർത്തടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ പല ലൈഫ് സിസ്റ്റവും തെറ്റാണ് എന്ന് ആ സത്യം പറയുന്ന ആ പ്രവാചകൻ ആ കാലഘട്ടത്തോട് പറയുമ്പോൾ അതാദ്യം പൊള്ളുന്നത് ഇവിടുത്തെ ബ്രാഹ്മണ സിസ്റ്റം, പൗരോഹിത്യ സിസ്റ്റം, ഇവിടുത്തെ നമ്മുടെ ഉസ്താദന്മാര് ജാറം അക്ബർ ബിസിനസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു സാധനത്തിലായിരിക്കും പൊള്ളുന്നത്. അതുപോലെ രണ്ടാമത്തത് പതിവുകൾക്ക് അടിമകളായവർക്ക്. പതിവുകൾ എന്ന് പറഞ്ഞാൽ ശീലങ്ങളുടെ അടിമകളായ ആളുകളുണ്ട്. ചില ആളുകൾക്ക് ശീലങ്ങൾ മാറ്റാനേ പറ്റത്തില്ല, അവരങ്ങനെ ജീവിക്കുക. അവരോട് വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഹാബിറ്റ്സ് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഈ ധൂർത്ത് നമ്മള് പറഞ്ഞില്ലായിരുന്നോ മുമ്പ്? അത്യാവശ്യം, ആവശ്യം, ധൂർത്ത്. അത്യാവശ്യം, ആവശ്യം, ധൂർത്ത്. ധൂർത്ത് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായി മാറും. നമ്മുടെ മാതാപിതാക്കള് കുഞ്ഞിലേ മുതൽ നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് സമ്പത്ത് ചെലവാക്കേണ്ടത് എന്നുള്ള ഒരു ബോധം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സെറ്റ് ചെയ്യുകയും നമ്മളും എന്ത് ചെയ്യും അങ്ങനെയായി മാറും. വലുതാവുമ്പോൾ അങ്ങനെയായി മാറുമ്പോൾ എനിക്കറിയാം, ഈരാറ്റോട്ട് നമ്മുടെ സുഹൃത്തുണ്ട്, ഒരു 50 ലക്ഷം രൂപയുടെ കടമുണ്ട്. 3 തവണ നാട് വിട്ടു, തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല വരുമാനമുള്ള ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ കടം തീരുന്നില്ല. കടം തീരാത്ത കാരണം എന്താണെന്നറിയോ? ധൂർത്ത്. ഒരു രക്ഷയുമില്ല ധൂർത്ത്. എപ്പോഴും റിച്ച് ആയിട്ടേ നടക്കത്തുള്ളൂ. നല്ല വാഹനം, എങ്ങോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരുടെയും എവിടുന്നേലും വായ്പ ഒരു ഇന്നോവ ഒക്കെ എടുത്തിട്ട് ഡീസലൊക്കെ അടിച്ച് ബസ്സിലൊക്കെ പോകാം അത്യാവശ്യക്കാരന്, പക്ഷെ പോകൂല. അങ്ങനെ പോകത്തുള്ളൂ.
എപ്പോഴും ഹൈ ക്വാളിറ്റി ഡ്രസ്സ്, ബ്രാൻഡഡ്. ഇതെന്താ മാറ്റാൻ പറ്റാത്ത? ഇസ്ലാം ഒരിക്കലും ഇത് അനുവദിക്കുന്നില്ല. ഇത് മാറ്റാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഇവരുടെ ശീലം, ഈ പതിവുകൾ മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ശീലത്തിൽ അടിമപ്പെട്ട ആളുകൾക്കും ആ നാട്ടിലെ അധികാരികൾക്കും എപ്പോഴും സത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല, കഴിയില്ല. നൂഹ് നബി അലൈഹി സ്വലാമെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും സൂറത്തിന് അയ്യുഹൽ മല, യാ അയ്യുഹൽ മല. മല എന്ന് പറഞ്ഞാൽ ആരാ? പ്രമാണിവർഗം. പ്രമാണിവർഗം. മക്കയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആർക്കാ? അബൂജഹൽ, അബൂലഹബ്, ഉത്ബ, ഷെയ്ബ, അബൂ താലിബ്. കാരണം ഇവരൊക്കെ എപ്പോഴും മേൽക്കോയ്മയുള്ള ആളുകളാ. ഇവരൊക്കെ എപ്പോഴും സ്വാധീനം ഇങ്ങനെ കിട്ടി 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 രാജാവിനെ പോലെ ഇരുന്നവരാ. ഇവർ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ ആരും അല്ലാതെ സാധാരണ മനുഷ്യനായി മാറും. അബുൽ കലാം APJ പറഞ്ഞ പോലെ ഡ്രൈവറിന്റെ കാലിന്റെ ചവിട്ടി പോയി എന്ത് ചെയ്യേണ്ടി വരും? ഓഫീസർ പോയി സുജൂദ് ചെയ്യേണ്ടി വരും. ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇരുന്ന് ഒരു തീന്മേശയിൽ ഇരിക്കേണ്ടി വരും. അത് സംബന്ധിച്ചോളം നടക്കൂല. ബ്രാഹ്മണൻ വേറെ, ദളിതൻ വേറെ. ഇവിടെ ഉള്ളവർക്കും ഇസ്ലാം സ്വീകരിക്കാൻ പറ്റാത്ത ഇതാണ്. എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരിക്കലും താഴെ ആൾക്കാരെ നിങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരായിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പം ഇത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ആദ് സമൂദ് ഗോത്രത്തിലൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ കൗമ് ലൂത്ത്, കൗമ് ഇബ്രാഹിം, അവിടെയും ലൂത്ത് നബിയുടെ പ്രശ്നം എന്താ? ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് പ്രശ്നങ്ങളാണ്. ലൂത്ത് നബിയുടെ പ്രശ്നം മോറൽ കറപ്ഷൻ ആണ്. കാരണം അവിടെ സെക്ഷൽ ഇമ്മൊറാലിറ്റി ആണ്. അതായത് എന്താ മലയാളത്തിൽ പറയുക? ഗേ ഗേ എന്താണ് പറയുന്നത്? ഗേ സെക്സ് ഇല്ലേ? പുരുഷനും സ്ത്രീ, സ്വവർഗരതി. യെസ് യെസ്, ഇതിന്റെ ആളുകളാണ്. അപ്പം ആ സമൂഹം ഡിസോർഡർ ആയി പോകാൻ വേണ്ടി പോവാ. ഓരോ സമൂഹത്തിനും ഓരോ പ്രശ്നമാണ്. അവിടെ ലൂത്ത് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞു, എവിടെ പറയാൻ വേണ്ടി പോയ ആളെ പോലും അവര് ഇതിനു വേണ്ടി സമീപിച്ചെന്നുള്ളതാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അവിടുത്തെ പ്രശ്നം ഷിർക്കാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അവര് കാലു വജദിന ആബാഅന, ഇവിടെ ഫർസീന ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ കാലു വജദിന ആബാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഏതൊരു നിലപാടിൽ നിൽക്കുന്നോ അതിൽ തന്നെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിനെ പറഞ്ഞ യാഥാസ്ഥിതികത്വം എന്നാ. ബുദ്ധിയെ പണയം വെക്കുക. ഓർത്തഡോക്സിയൻ കാഴ്ചപ്പാട്, അതായത് കാർന്നവന്മാരായിട്ട് എന്താണോ കൊണ്ടുവന്നത് അതാണ് മക്കയിലെ പ്രശ്നവും. അപ്പോ ഇബ്രാഹിം നബിക്ക് പോരാടാൻ ഉണ്ടായിരുന്നത് ആ ഓർത്തഡോക്സിയൻ കാഴ്ചപ്പാടിനോടാണെങ്കിൽ ലൂത്ത് നബിക്ക് പോരാടാൻ ഉണ്ടായിരുന്നത് സെക്ഷൽ ഇമ്മൊറാലിറ്റി എന്ന പരിപാടികളോടാണ്. അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാമിന് അഹങ്കാരമുള്ള ജനത. ആദ് സമൂദ് ഗോത്രം എന്ന് പറയുന്നത്, സമൂദ് ഗോത്രം അഡ്വാൻസ്ഡ് ആർക്കിടെക്ചേഴ്സ് ആണ്, ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അതായത് പാറ തുരന്ന് അല്ല ഹൈ ക്വാളിറ്റി ഉള്ള ആർക്കിടെക്ചേഴ്സ് ആണ്. വീട് പണിയാനുള്ള എല്ലാ കഴിവും ഉണ്ടായിരുന്നു. ആദ്യ സമൂഹം എന്ന് പറയുന്നത് എന്താണ്? തൂണിന്റെ ഇറമദാത്തിൽ ഇമാദ്, തൂണിന്റെ ആളുകൾ എന്നാ സൂറത്തുൽ ഫജറിൽ പറഞ്ഞത്. അതായത് പവർഫുള്ള് പണിയും, അതായത് വൻ ശക്തികളായിരുന്നു. അവര് പണിതുകൊണ്ടിരുന്നത് അമ്പരചുംബികളായ വലിയ വലിയ കൊട്ടാരങ്ങളും കോട്ടകൊത്തളങ്ങളും. അപ്പോ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്നതാ അധികാരം, ഇന്റലക്ച്വൽ പവർ എന്നുവെച്ചാൽ സയന്റിസ്റ്റുകള്, ബുദ്ധിശക്തി, ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഒരു സമൂഹം നിലനിൽക്കത്തില്ല. മനസ്സിലായോ? പണം, അധികാരം, ബുദ്ധിശക്തി, ഇതുകൊണ്ടൊന്നും ഒരു സമൂഹം നിലനിൽക്കില്ല. അങ്ങനെ നിലനിൽക്കുമായിരുന്നെങ്കിൽ മുൻകഴിഞ്ഞ സമൂഹങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ ഉയർന്നു വന്നേനെ. പഠിച്ചവൻ അവിടെ ജബീത്ത നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പോയിന്റ്, സ്പിരിച്വൽ കണക്ഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹു ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുമെങ്കിൽ എത്ര പവർഫുൾ ആണെങ്കിലും ആ സമൂഹം നശിച്ചു പോകും. അതാണ് നമുക്കിവിടെ അള്ളാഹു ഈ ചരിത്രം പഠിപ്പിക്കുന്നത്, പറഞ്ഞു തരുന്നത്. അതുപോലെ മദിയൻ ഗോത്രത്തെ ഇനി വരുന്നുണ്ട്. അവിടെ സാമ്പത്തിക അസമത്വമായിരുന്നു. അതായത് ഷുഐബ് നബി അലൈഹി സ്വലാം, ഞാൻ അടുത്ത ആയത്തിലാന്ന് തോന്നുന്നു, അസ്ഹാബു മദിയൻ, മദിയന്റെ ആളുകള്, അതായത് അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കത്തില്ല. അപ്പൊ തന്നെ എന്താണ്? അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കാത്തപ്പോൾ സമ്പത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പരമാവധി പിശുക്കുക, അന്യന്റെ കയ്യിലോട്ട് എന്റെ സ്വത്ത് പോകാതിരിക്കുക. അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കാൻ വരുമ്പോൾ എനിക്ക് റിച്ച് ആകുക, ഞാൻ സമ്പന്നനാകുക എന്ന ഒരു പ്രൈവറ്റ് സെൽഫ്,
പൂഴ്ത്തി വെക്കുക. ഈ തോന്നൽ വന്നു കഴിയുമ്പം ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ കഷ്ടപ്പെടും. അപ്പൊ ഇതിനെതിരെയും പോരാടി. ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു. ഇവിടെ എല്ലാം ജനങ്ങള് ആ പ്രവാചകന്മാരെ കൊന്നുകളയുക, കല്ലുകൾ പെറുക്കി എറിയുക, അങ്ങനെ പല ടൈപ്പായപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? അവരെല്ലാം ഓരോരോ കാരണങ്ങൾ, പ്രളയം മറ്റു പലതും കൊണ്ട് നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയിലോട്ട് എത്തും. നമുക്ക് നോക്കാം. വ അസ്ഹാബു മദിയൻ, മദിയൻ ഗോത്രം, ആയത്ത് നമ്പർ 44. വ കുസിബ മൂസ. ഇതൊക്കെ വേറെ കാര്യമുണ്ട്. ഇതൊക്കെ ആരോടാ പറയണേ? ആരോടാ പറയണേ? ആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അബൂലഹബ് അബൂജഹലൊക്കെ നിഷേധിച്ച് വെച്ചിട്ട് മക്കയെന്ന് തന്നെ ഓർറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നബിയെ പേടിക്കണ്ട, ഇത് നിങ്ങളെ മാത്രം പ്രശ്നമല്ല, എല്ലാ പ്രവാചകന്മാരുടെ പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകുന്നുള്ളൂ. കൂൾ ഡൗൺ, സമാധാനപ്പെട്. അപ്പൊ ഇപ്പൊ ആ നബിയോട് പറഞ്ഞ ചരിത്രം നമ്മൾ അള്ളാഹുവിന്റെ അടുത്തിരുന്ന് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഒരേ സമയം ക്യാമറയുടെ ഫോക്കസ് എങ്ങോട്ടൊക്കെ പോണം? ഇവിടെ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ വരണം, അള്ളാഹുവിന്റെ അടുത്ത് ഇരിക്കണം, അള്ളാഹുവിന്റെ സംസാരമായിട്ട് നേരെ മക്കയിൽ അള്ളാഹ് നബിയുടെ അടുത്തോട്ട് പറയുന്നു പോണം, അവിടുന്ന് നേരെ ഈ പറയുന്ന സിവിലൈസേഷനിലേക്കും പോണം. ഇബ്രാഹിം, ലൂത്ത്, സമൂദ്, ആദിലേക്കൊക്കെ. എത്ര സ്ഥലങ്ങളിലേക്കാണ്, നമ്മളെ എത്ര ആംഗിളിലേക്കാണ് ഖുർആൻ ആയത്ത് പഠിക്കുന്നത് സഞ്ചരിപ്പിക്കുന്നത് കണ്ടോ? ഇങ്ങനെ 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 അല്ലേ? അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെ തെറ്റി 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 പോയിക്കൊണ്ടിരിക്കുക. വകുസിബ മൂസ, മൂസ നബി അലൈഹി ഇസ്ലാമിനെയും കളവാക്കി. അപ്പൊ ഈ ചരിത്രം നമ്മൾ പഠിക്കണം. ഫിർഔൻ, അവിടെ ഫിർഔൻ എന്താ ചെയ്തതെന്ന് ഒരുപാട് അവിടെ ചരിത്രം പഠിക്കാനുള്ള സൂചന ഇട്ടിരുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പഠിച്ചവന്റെ ഒരു പോയിന്റ് ഇതാണ്, അംലൈതു ലിൽ കാഫിരീന. ഇതാണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ സാധനം, ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്ന സാധനം. അംലൈതു ലിൽ കാഫിരീന, കാഫിരീങ്ങളായ ആളുകൾക്ക് അംലൈത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അവസരം നൽകും. മാക്സിമം അള്ളാഹു അവസരം നൽകും. ഇതൊരു ചൂണ്ടയാണ്. ഒരു ചൂണ്ടയില് ഒരു മീനിനെ കോർത്തിട്ട് ലൂസായിട്ട് ചൂണ്ടവള്ളിയിൽ അത് കിടക്കുമ്പോ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ മീൻ വരും. മീൻ വരുമ്പോ അതിനെ തിന്നും. ആ മീന് തിന്നാനുള്ള ഒരു അവസരമാണ്. തിന്ന് കഴിഞ്ഞ് അതിന്റെ തൊണ്ടയിൽ ഉടക്കുമ്പോഴാണ് പണി കിട്ടിയെന്ന് മനസ്സിലാകുന്നത്. എന്നിട്ടും ആ മീൻ ആ ചൂണ്ടവള്ളി ലൂസാണ്, കുറെ അങ്ങോട്ട് വലിച്ചു ഓടാനൊക്കെ നോക്കും. ലാസ്റ്റ് അതിനെ കൊണ്ട് ഒറ്റ പൊക്ക് വെക്കും. ഇത് പറഞ്ഞതുപോലെ തന്നെ പഠിച്ചവന്റെ ഒരു സുന്നത്തുണ്ട്, ഒരു സിസ്റ്റം. അതായത് ഡിലേഡ് പണിഷ്മെന്റ് പ്രിൻസിപ്പിൾ എന്നാണ് ഇതിനെ പറയുക. അള്ളാഹു പണിഷ്മെന്റിനെ എന്ത് ചെയ്യും? ഡിലേ ചെയ്തു വെക്കും. ഡിലേഡ് പണിഷ്മെന്റ് പ്രിൻസിപ്പിൾ അള്ളാഹുവിന്റെ ഒരു പ്രിൻസിപ്പിൾ. അത് ഒറ്റയടിക്ക് പിടിക്കല പഠിച്ചവൻ ആരെയും അള്ളാഹു ഒറ്റയടിക്ക് പിടികൂടത്തേയില്ല. അള്ളാഹു മാക്സിമം എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി അയച്ചയച്ച് വിടും. അതായത് പരമാവധി സമയം നൽകുന്ന ഒരു പാറ്റേൺ ഖുറാനിൽ നമുക്ക് നുമത്തിഅഹു ഖലീല, നാം അല്പസമയം അവരെ ഇതാ നീട്ടിവിടുന്നു എന്നൊക്കെ ഇബ്രാഹിം നബിയോട് പറയുന്നേക്കാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ മനുഷ്യർ എപ്പോഴും രണ്ട് ടൈപ്പാ. ഒരു സമൂഹത്തിൽ നല്ല മനുഷ്യരും കാണും, ചീത്ത മനുഷ്യരും കാണും, അഹങ്കാരികളും കാണും. ഈ സമയം നീട്ടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല മനുഷ്യർ എന്ത് ചെയ്യുന്നറിയോ? സെൽഫ് കറപ്ഷന് വേണ്ടി അത് ഉപയോഗിക്കും. ഇപ്പൊ നിങ്ങള് പായ്പറയിൽ ഖുറാൻ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ശരിക്കും നമ്മൾ ഈ ഖുറാൻ പഠിക്കുക, മദ്രസയിലൊക്കെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ സമയം ഏതാ? ഒരു 18 വയസ്സ് 20 വയസ്സൊക്കെയാ. അല്ലാതെ മരണം വരെ പഠിക്കണം, അത് വേറെ. പക്ഷെ നിങ്ങൾ അക്ഷരം ഒക്കെ പഠിക്കാൻ വേണ്ടി വന്നു. ഏത് പ്രായത്തിലാ വന്നത്? 50 വയസ്സുള്ളവരുണ്ട്, 60 വയസ്സുള്ളവരുണ്ട്, 40 വയസ്സുള്ളവരുണ്ട്. അപ്പൊ അള്ളാഹു ശരിക്കും നിങ്ങളെ ഒരു 25-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്നും എടുത്തോണ്ട് പോയായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റില്ല. പായ്പ മാത്രമല്ല, മൂവാറ്റുപുഴയിലും വരുന്നുണ്ട് കേട്ടോ. ഒരിക്കലും വരാൻ പറ്റത്തില്ല. അപ്പൊ പഠിച്ചവൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് നിങ്ങൾക്ക് അവിടെ പറയാൻ കാണും. ഞങ്ങളുടെ യുവത്വം, സാഹചര്യങ്ങള് എല്ലാം പലതിനെയും പഴിചാരി നമ്മൾ പറയും. നമ്മളെ ചോദ്യം ചെയ്യണം, നമ്മളെ ചോദ്യം ചെയ്യും. ഇനി നമുക്ക് അവസരം ഉണ്ടാക്കി തന്നില്ല, മറ്റുള്ളവരെ ചോദ്യം ചെയ്യണം, അവിടെ ചോദ്യം ചെയ്യും. അത് വേറൊരു വിഷയം. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? നമുക്ക് ഈ ഡിലേഡ് പണിഷ്മെന്റ് പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കി. എന്ന് വെച്ചാൽ നമുക്ക് സമയം അള്ളാഹ് നീട്ടിത്തന്നു. ഇല അറുതലിൽ ഉമ്ര 65, 70, ഇന്ന് 115 വയസ്സ് വരെ ഏറ്റവും വലിയ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് തന്നപ്പോ മാഷാ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നിങ്ങളിൽ കുറെ സ്ത്രീകൾ പുരുഷന്മാരും നൂറാനി കായികയായിട്ട് അലിഫ് ബാ താ സാ ജീം വായിച്ചു പഠിച്ച്, നമ്മുടെ ജവീത്തൊക്കെ പറയുന്നത് ഖത്തമുൽ ഖുർആൻ ഓതാൻ വേണ്ടി അറബി പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് അവിടെ വന്നു. അതിനർത്ഥം എന്താണ്? അവസരം
പ്രയോജനപ്പെടുത്തി. അതാണ് സെൽഫ് കറപ്ഷൻ. സെൽഫ് കറപ്ഷന് വേണ്ടി ഉപയോഗപ്പെടുത്തി. മൂവാറ്റുപുഴയിൽ ഉപയോഗപ്പെടുത്തി, ഈരാറ്റുപേട്ടയിൽ ഒരാൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പായിപ്രയിൽ ഉപയോഗപ്പെടുത്തി. പക്ഷെ നമുക്ക് ചുറ്റും കുറെ ആളുകൾക്ക് ഈ അവസരം അള്ളാഹു കൊടുത്തിട്ടും ഇവര് സെൽഫ് കറപ്ഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല അവരെ. അവർക്ക് മനസ്സിലാകുന്നില്ല. അവരിപ്പോഴും ഉറങ്ങുന്നു, ഉണരുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവരുടെ ലൈഫിൽ ഇങ്ങനെ പോവുക. അവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ വിചാരം അന്നഹും യുഹ്സിനൂന അവർ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ നെതന്യാഹുവും ട്രംപ് എല്ലാം ഇങ്ങനെ തന്നെ പോണേ. അവര് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരാണ്, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാൽ ഇത് ശരിക്കും സെൽഫ് കറപ്ഷൻ ഉള്ള, തൗബയ്ക്കുള്ള, കുത്തിമാന്തി അള്ളാഹുവിന്റെ അടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഏറ്റു പറയാനുള്ള ഒരു അവസരമാണ്. ഈവൻ ഈ നോമ്പ് പോലും, ഈ നോമ്പിൽ പോലും ഇങ്ങനെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി മിമ്പറെ കയറുമ്പോൾ ആമീൻ പറയുമല്ലോ. അപ്പൊ ജിബരീൽ അലൈഹി ഇസ്ലാം ചോദിക്കുന്നുണ്ട്, അല്ല ജിബരീൽ അലൈഹി ഇസ്ലാം ദുആ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി ആമീൻ പറയുമ്പോൾ സഹാബ എന്തിനാ റസൂലെ ആമീൻ പറഞ്ഞേ? അപ്പോഴാണ് പറയുന്നത് സഹിമ അൻഫുഹു, അവന്റെ മൂക്ക് മണ്ണോട് ചേരട്ടെ, എന്ന് വെച്ചാൽ അവൻ നശിച്ചു പോട്ടെ. എന്താണ്? 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാത്തവൻ നശിച്ചു പോട്ടെ. ഒന്നാമത്തെ കാര്യം എന്താണ്? ഉം. റമദാൻ കിട്ടിയിട്ടും അവന്റെ പാപങ്ങളൊന്നും അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ അവൻ നശിച്ചു പോട്ടെ. റമദാനെ സെൽഫ് കറപ്ഷന് വേണ്ടി ഒരു വർഷം കൂടെ കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയില്ല. മാഷാ അല്ലാ. രണ്ടാമത്തെ കാര്യം, വൃദ്ധരായ മാതാപിതാക്കളെ കിട്ടിയിട്ടും സ്വർഗം കിട്ടാത്തവൻ നശിച്ചു പോട്ടെ. അപ്പൊ ശരിക്കും ഈ വൃദ്ധരായ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഭയങ്കര പ്രശ്നമാണ്. അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ല അവര് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അവരെ കിട്ടുമ്പോ സ്വർഗം കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞപ്പോ എന്താ? അവരുടെ ആ പ്രവൃത്തികളൊന്ന് സബർ ചെയ്യുക, ക്ഷമിക്കുക. ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്നതിനെ എങ്ങനെയും ഒന്ന് കടിച്ചു പിടിച്ച് നിൽക്കുക. ഇത് അള്ളാഹു സ്വർഗത്തിന് വെച്ചിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇതിനെ വൃദ്ധരായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മളെ അവര് നോക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ സുഖ സൗകര്യമായിട്ട് ജീവിക്കുമ്പം അവരെപ്പോഴും നമുക്ക് ഭാരമാണ്. അങ്ങനെ ഭാരം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ വൃദ്ധസദനങ്ങളും ഈ പീസ് വാലിയും ഈരാറ്റുപേട്ടയിലെ കരുണയൊക്കെ പോലത്തെ സ്ഥാപനങ്ങൾ വരാനുള്ള കാരണം. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ എടുക്കേണ്ടതുപോലെ മുസ്ലിമീങ്ങൾ എടുത്തായിരുന്നെങ്കിൽ ഒരൊറ്റ മുസ്ലിം മാതാപിതാക്കളും എവിടെ കാണൂല കാണൂല. അപ്പൊ അവിടെയും ഉണ്ട് ആ ദുആ സ്വീകരിക്കാത്ത വിഭാഗം. മൂന്നാമത്തെ ഏതാണ്? മൂന്നാമത്തെ, അതെ അതെ, മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ സലാത്ത് അവകാശപ്പെട്ടതാണ്, അത് നമ്മളെപ്പോഴും കൊടുത്തോണ്ടേയിരിക്കുക. ഈ 3 കാര്യങ്ങൾ സെൽഫ് കറപ്ഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുക പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് അഹങ്കാരികൾ ചെയ്യുന്നത് ഇതാണ്. ആ ഡിലേ ആക്കി കൊടുത്ത സമയത്തെ മാക്സിമം തെറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ തെറ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് 25ാമത്തെ വയസ്സിൽ മരിച്ചു പോയാൽ വളരെ കുറച്ച് തെറ്റേ കാണത്തുള്ളൂ. പക്ഷെ 60 വയസ്സ് വരെ ആയുസ് കിട്ടിക്കൊടുത്തപ്പം അവർ ഇരട്ടി തെറ്റുകളുമായിട്ട് പോകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. പക്ഷേ അള്ളാഹു ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഡിലേ ആക്കുമ്പോൾ അവിടുത്തെ നല്ല ആളുകൾ മാക്സിമം എന്ത് ചെയ്യും? നന്മയുടെ മല കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ആയിരിക്കും. ഇപ്പൊ ഈ റമദാനിൽ തന്നെ നമ്മുടെ ഈ ഖുർആൻ ക്ലാസ്സിൽ നിന്നൊക്കെ എത്രയോ നന്മകൾ, കോടിക്കണക്കിന് നന്മകളാണ് നമ്മൾ വാരിക്കൂട്ടിയത്. പക്ഷെ അത് വാരിക്കൂട്ടാത്ത, ഇന്നത്തെ ക്ലാസ്സിലൊക്കെ കയറാൻ പറ്റാത്ത, നീ കയറണ്ട, അവിടുത്തെ അത്തരം ചർച്ചകളിലൊന്നും ഉസ്താദ് വേറെ പണിയൊന്നുമില്ല, അവിടെ കുറെ പെണ്ണുങ്ങൾ ഇരുന്ന് സമ്മറി എഴുതും. നീ സമ്മറി ഒന്നും എഴുതിയേക്കല്ല്. എന്നാ അറിയോ? നിന്റെ ബുദ്ധിയും നിന്റെ സമയവും നിന്റെ ചിന്തയൊന്നും അതിനു വേണ്ടിയുള്ളതല്ല. ഖുർആന് വേണ്ടിയോ വാട്സപ്പിൽ എഴുതാനുള്ളതൊന്നും അല്ല. ആ സമയത്ത് നീ വല്ല റീല് കാണുവോ, നീ വല്ല ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ തോണ്ടിക്കൊണ്ടിരിക്കുവോ, അല്ലെങ്കിൽ ആരെല്ലുമായിട്ട് 4 പേരുടെ കുറ്റം പറയുവോ, ഇങ്ങനെയൊക്കെ നീ ചെയ്തോണ്ടിരി. അതിനകത്തൊക്കെ നിനക്ക് കുറച്ച് എന്റർടൈൻമെന്റുകളൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലൊന്നും നീ സമയം ചെലവഴിക്കരുത്. ഇവിടെ തിരിച്ചറിയപ്പെടാതെ പോകുന്നത് എന്താ വെച്ചാൽ, നമുക്ക് പഠിച്ചവൻ ഈ ഡിലേ ആക്കി തന്ന നമ്മുടെ സമയത്തെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ചെയ്യിക്കാൻ നമ്മളെ കൊണ്ട് അനുവദിക്കുന്നില്ല. നമ്മൾ വേറെ എന്തിന്റെയൊക്കെ പറയാണ് എന്ന് വിചാരിച്ചാൽ. സമ്മറി എഴുതിയവർക്കും സ്ഥിരമായി ഖുർആൻ ക്ലാസ്സിൽ കയറിയവർക്കും
അഭിനന്ദനങ്ങൾ. ഉം. 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 ഇല്ല, ഈ വർഷത്തെ മാത്രം കൊടുത്താൽ മതി, ബാക്കി പഠിച്ചവരോട് തൗബ ചെയ്താൽ മതി. അതായത് ഇപ്പൊ കയ്യിലുള്ളത് ഈ വർഷത്തെ കണക്ക് കൂട്ടിയിട്ട് 2.5% കൊടുത്തു വിടുക. അപ്പൊ അങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം ഇരുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് എപ്പോഴും കയറി ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്ന. ഇപ്പൊ ഫർസീനയുടെ കയ്യിലുള്ള എക്സാമ്പിൾ 5 ലക്ഷം രൂപ ആണെന്ന് വിചാരിക്കാം. 5 ലക്ഷം രൂപ ഈ വർഷം കയ്യിൽ വന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഫർസീന കൊടുത്തില്ല. അപ്പൊ കഴിഞ്ഞ വർഷം അള്ളാഹു സാമ്പത്തിക റൗണ്ട്, എക്കണോമിക് ഇയർ ഫർസീനയുടെ ആയുസിൽ നിന്നും കണക്കെടുക്കുമ്പോൾ ജക്കാത്തിന്റെ വിഹിതം പോകാത്തതുകൊണ്ട് അവിടെ ഫർസീനയുടെ പേരിൽ ഒരു വലിയ ശിക്ഷ, കാഫർ എന്ന് സീല് കുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നും പറഞ്ഞല്ല, ജക്കാത്തിന്റെ വിധി അങ്ങനെയാണ്. ഫർസീനാങ്കി ഫർസീന, വേറെ ഫാത്തിമാങ്കി ഫാത്തിമ, അങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ വർഷം കഴിഞ്ഞുപോയി. ഈ വർഷം വന്നപ്പോഴും അതേ 5 ലക്ഷം രൂപ ഫർസീനയുടെ കയ്യിലുണ്ട്. അപ്പൊ ഫർസീന കഴിഞ്ഞ വർഷവും 2.5% കൊടുക്കണം, ഈ വർഷം കൊടുക്കണം. പക്ഷെ ഈ വർഷം 2.5 പ്ലസ് 5% കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. കാരണം ജക്കാത്തിന് 2.5 അളവ്. അപ്പൊ പിന്നെ കഴിഞ്ഞ വർഷം കൊടുക്കാനതോ അത് അറിവില്ലായ്മ കൊണ്ടും ബോധമില്ലായ്മ കൊണ്ടും ആണെന്ന് അള്ളാഹുവിന് അറിയാം. ഇത്രയും ഡെപ്തിൽ കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ കൊടുത്തേനെ. അപ്പൊ അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് തൗബ ചെയ്താൽ മതി. പിന്നെ മാക്സിമം സദക്ക വർദ്ധിപ്പിക്കുക. സദക്ക എന്ന് പറയുന്നത് ഒരുപാട് പാപങ്ങൾ പൊറുക്കുകയും പരിഹാരങ്ങളുമാണ്. ഇപ്പോ അള്ളാഹുവിന്റെ ശിക്ഷാ നടപടി എന്ന് പറയുന്നത്, ഹിസാബ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ആരെങ്കിലും പറയാമോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഹിസാബ് ചെയ്യുന്ന 2 ടൈപ്പിലാണ്. ആർക്കറിയത്തില്ലേ? അള്ളാഹു ഹിസാബ് ചെയ്യുന്നത്, ഒന്ന് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കേസ്, 2 സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കേസ്. ഇങ്ങനെ 2 ടൈപ്പിലാണ് പടച്ചവൻ ചെയ്യുന്നത്. അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് സക്കാത്ത്, നമസ്കാരം, ഹജ്ജ് തുടങ്ങിയത്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അള്ളാഹ് പുറത്തു തരും. ഞാൻ മുമ്പത് പറഞ്ഞായിരുന്നു. സൃഷ്ടിയുമായിട്ടുള്ള ഇടപാട് അള്ളാഹു സൃഷ്ടിയെയും ചേർത്ത് വെച്ചേ സോൾവ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ ഫർസീന ചോദിച്ചത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കേസാ. അപ്പൊ അള്ളാഹു അത് മേ ബി അള്ളാഹു ഉദ്ദേശിക്കുന്ന വശം പുറത്തു തരും. സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കേസ്, സൃഷ്ടികൾ മരിച്ചു പോയിട്ടുണ്ടാവാം, പൊരുത്തം വാങ്ങിക്കാതെ അവർ നമ്മുടെ മുമ്പിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാം. ഇങ്ങനെ വരുമ്പോൾ എന്താണെങ്കിലും നാളെ അത് നടപ്പിലാക്കുമല്ലോ. അപ്പൊ നമ്മുടെ അക്കൗണ്ട് കുറച്ച് പോകുമല്ലോ. അതിന് ചെയ്യാനുള്ള ഇതാണ് മാക്സിമം സദക്കകളും സുന്നത്ത് നോമ്പുകളും നന്മകളും അധികരിപ്പിക്കുക. കാരണം കുറെ കളക്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് എന്തായാലും പോകും, ഇല്ലേ? ഈ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഞങ്ങൾ ഈ തടി ലോറി ആയിട്ട് പോകുന്ന ആൾക്കാരെ, ഈരാറ്റുപേട്ടയിൽ പെരുമ്പാവൂരിന് മറ്റേ തടിയുമായിട്ട് വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയുന്നേക്കാം, കുറച്ച് പൈസ ഇങ്ങനെ കയ്യിൽ വെക്കും, ഒരു കെട്ട് പൈസ. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് വഴിയിൽ എന്തായാലും പോലീസുകാർ കൈ കാണിക്കും. അപ്പൊ അവർക്ക് കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി കരുതലാണ്. അപ്പം തടിയുടെ പൈസ വേറെ, ലോഡിന്റെ പൈസ മില്ലിൽ ഇറക്കുമ്പോൾ കിട്ടും. പക്ഷെ കുറച്ച് പൈസ എപ്പോഴും കൈ കാണും. പോലീസുകാർ ചോദിച്ചാൽ പിന്നെ ഒരു വലിയ കേസ് വരാമെങ്കിൽ അപ്പൊ തന്നെ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നാളെ അള്ളാഹു എന്തായാലും പിടിക്കും. കുറേ പോകും. അപ്പൊ കുറേ എന്ത് ചെയ്യുക, സദക്കകൾ ചെയ്തു വെക്കുക. പിന്നെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കേസ് അള്ളാഹുവിനോട് തൗബ ചോദിച്ചും വെക്കുക. ഓക്കെ. ഇനി ഫർസീൻ,
ഉം, ഉം. ഞാൻ എക്സാമ്പിളാ പറഞ്ഞ മദ്രസ എന്ന് പറയുന്നത്. മദ്രസ സ്റ്റാർട്ട് എൻട്രി ലെവലാണ് മദ്രസ. പിന്നെ മദ്രസ സമസ്തയുടെ മദ്രസ എക്സാമ്പിൾ, അതിന് മദ്രസയായിട്ട് പോലും നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഖുർ ഈ മോറൽ കൾച്ചർ വളർത്തുക എന്ന് പറയുന്നത് ഖുർആനും ഹദീസിന്റെയും കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള, അതിന്റെ എൻട്രി ലെവല് വീടും മദ്രസയുമാണ്. പേരൻസ് ഫസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുക, പിന്നെ മദ്രസയിൽ നിന്ന് കൊടുക്കുക. പക്ഷെ മദ്രസ തെറ്റായ രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിനെ മദ്രസ എന്ന് പറയാൻ പറ്റില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളല്ല അവിടെ. വേറെ മൗലൂദും റാത്തീബും ഷിർക്കുമാണ്. പിന്നെ എങ്ങനെ അതിനെ ഖുർആനും ഹദീസും നടപ്പിൽ വരുത്തുന്ന മോറൽ കൾച്ചർ എന്ന് പറയുന്നത്? അത് ഇമ്മൊറാലിറ്റി തന്നെയാണ് അവിടെ. യഥാർത്ഥ മോറൽ കൾച്ചർ അള്ളാഹ് പറയുന്ന സാധനം, അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്ന ക്ലാസ്സുകൾ, ഖുർആൻ മനസ്സിലാക്കുന്ന ക്ലാസ്സുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ, അങ്ങനത്തെ ഒരു സിസ്റ്റം നിർമ്മിച്ചെടുക്കാൻ അവർ എടുക്കും. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നല്ല പ്രൊഡക്റ്റീവായ സംശയങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മദ്രസ എന്നൊക്കെ പറയുമ്പം സമസ്തയുടെ എക്സാമ്പിൾ ചൂണ്ടിക്കാണിച്ചല്ലോ. സമസ്തയല്ലാത്ത മദ്രസകൾ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ എന്താണ് പീസ് സ്കൂളിന്റെ മദ്രസ, അതേപോലെ മുജാഹിദ് മദ്രസകള്, മറ്റു പല സംഘടനകളുടെ മദ്രസകളുണ്ട്. ഈ മദ്രസകളൊക്കെ തുടങ്ങാനുള്ള കാരണം എന്താണ്? ഈ ഒരു ചിന്താഗതിയിൽ നിന്നാണ്. കാരണം ഫർസീന പറഞ്ഞതുപോലത്തെ സിസ്റ്റം ഇവിടെ നടപ്പിലാക്കും. കുട്ടികൾ കുഴഞ്ഞു മറിഞ്ഞ് ഷിർക്ക് ഏതാ ബിദ്അത്ത് ഏതാന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാഴ്ചപ്പാടിലൂടെ വളർന്നു വരും. പിന്നെ അവര് മെച്യൂർ ആയതിനു ശേഷം മാത്രമേ അവർക്ക് തിരിയാൻ പറ്റൂ. അതിനെ മനസ്സിലാക്കി, ആര് മനസ്സിലാക്കി? മെച്യൂർ ആയതിനു ശേഷം തൗഹീദും ഷിർക്കും വേർതിരിഞ്ഞ ആളുകൾ. അത് ഫർസീന പറഞ്ഞല്ലോ, ഫർസീനയുടെ ചോദ്യത്തിന് തന്നെ ആൻസർ ഉണ്ട്. മുമ്പ് ഖത്തമുൽ ഖുർആനും മരണ വീട്ടിലെ യാസീൻ ഓതാനും പൊയ്ക്കൊണ്ടിരുന്ന ആൾക്ക് ഇപ്പൊ എന്ത് മനസ്സിലായി? ഇതല്ല ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇതല്ല ഇസ്ലാം എന്ന് മനസ്സിലായി. ഇങ്ങനെ മനസ്സിലായ 50 ഫർസീനമാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? അടുത്ത ഫർസീന അറിവ് പറഞ്ഞു കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കും. അതല്ലേ ശരി? നിങ്ങളൊരു സ്ഥാപനം ഉണ്ടാക്കും. നിങ്ങൾ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ബോധമുള്ളവരാ. ഇനി വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും എന്നെ പോലെ ആവരുത്. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ദീൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സ്ഥാപനം. അങ്ങനെയാണ് ഇന്നത്തെ വിവിധ സംഘടനകളുടെ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത്. അതാണ് അവിടെ പറയുന്ന മോറൽ കൾച്ചർ എന്ന് പറയുന്നത്. സത്യം എന്നാണോ മനസ്സിലാകുന്നത് അന്ന് നമ്മൾ സമൂഹത്തെ മാറ്റി നിർമ്മിക്കണം, നിർമ്മാണാത്മകമായിരിക്കണം. അല്ലാതെ ഒരിക്കലും അത് ഫർസീനയുടെ ഉള്ളിലോ എന്റെ ഉള്ളിലോ പോവരുത്. ഞാനെന്തിനാണ് ഇപ്പൊ ഈ ഗൂഗിൾ മീറ്റ് പിടിച്ച് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ? അറിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് വിടും. നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യും. ഈ ഒരു തോട്ട് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായി മാറും. നിങ്ങൾ തഫ്സീർ എടുത്ത് വെച്ച് സമ്മറി ഞാൻ അങ്ങനെയല്ല. പ്രൊഡക്റ്റീവ് ആക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് കൺസ്യൂമറിസത്തിൽ നിന്നും പ്രൊഡക്റ്റീവിസത്തിലേക്ക് മാറുന്നത്. ഇത് ഖുർആൻ എപ്പോഴും ഈ പ്രൊഡക്ടിവിറ്റി ആണ് അള്ളാഹു നമ്മളെ മുൻവെക്കുന്നത്. ഒരാൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ അയാൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അയാൾക്ക് പിരിപിരിപിരാന്നാകും, ഉള്ളിൽ കിടന്നങ്ങോട്ട് ഇളകും. അതാണ് ഖുർആൻ എന്ന ട്രാൻസ്മിറ്റേഷൻ, പരിവർത്തനം എന്ന് പറയുന്നത്.
ഇങ്ങനെ വായിക്കുന്ന ഒരായത്ത്, അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇങ്ങനെ വായിക്കുന്ന ഒരായത്ത് ഒരു ഖത്തമുൽ ഖുർആൻ ഓതുന്നതിനേക്കാളും പവർഫുൾ ആണ്. ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതി, ജീവിതം ഇളകി മറിയും. എത്രയോ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അപ്പോ നമ്മള് പറഞ്ഞത് ആയത്തിലേക്ക് തിരിച്ചു വന്ന വസ്ഹാബ് മദിയൻ ഫഅംലൈതുലിൽ കാഫിരീന, അള്ളാഹു മാക്സിമം എന്ത് ചെയ്യും, സമയം നീട്ടിയിട്ട് കൊടുക്കും. സുമ്മ അഖദ്തുഹും, പിന്നീട് നാം അവരെ പിടികൂടും. പിടിക്കുമ്പം അവിടെ ഈ ഫർസീനയ്ക്ക് തന്നെ ഒരു എക്സാമ്പിൾ വീണ്ടും ഉണ്ട്. ഫർസീനയുടെ സിമിലർ ആയ സമകാലികരായ ആളുകള് നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഇങ്ങനെ പഠിച്ചു വന്നവരാണല്ലോ. അപ്പം അള്ളാഹു സമയം ഇങ്ങനെ നിങ്ങളെ നേരത്തെ മരിപ്പിക്കാതെ ഇപ്പൊ ഈ പ്രായം വരെ വന്നപ്പം കുറച്ച് ആളുകൾക്ക് ബോധം വന്നു. എന്തുകൊണ്ട്? ഫർസീനൊക്കെ ആ ന്യൂട്രൽ കാഴ്ചപ്പാട്, അതായത് അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ഈ ആയത്ത് എഴുതി വെച്ചോളൂ, സൂറത്ത് തക്വീറിലായത്താ. വനഫ്സിൻ വമാ സവ്വാഹ, അള്ളാഹു ആത്മാവിനെ കൊണ്ട് തന്നെ സത്യം ചെയ്തു പറയുന്നു. വസവ്വാഹ, അതിന്റെ സംവിധാനിച്ചതിനെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു. അൽഹമഹ, ഒരു വ്യക്തിയിലേക്ക് അള്ളാഹു ഇൽഹാം ചെയ്തു. ഇൽഹാം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്തു. എന്താണ്? ഫുജൂറഹ തക്വാഹ, ഒരു വിഷയത്തിന്റെ ഫുജൂരിയായ തലവും തക്വിയായ തലവും എന്ന് വെച്ചാൽ നന്മയും തിന്മയും ഒന്ന് മനസ്സിലാക്കി ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം മനുഷ്യനിൽ തന്നെ അള്ളാഹു വെച്ചിട്ടുണ്ട്. അപ്പോ ഫർസീന ഉപയോഗപ്പെടുത്തിയതാണ് ആ നന്മയെ തിരിച്ചറിയാനുള്ള ഒരു വശമാണ്. പക്ഷെ മറ്റുള്ള ആളുകൾ എപ്പോഴും, നമ്മൾ ഉമർ അള്ളാഹുവിന്റെ കാര്യം മുമ്പ് പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് അല്ല. അവര് കമ്പയർ ചെയ്യാനോ സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂടി ആലോചിച്ച് ഏതാണ് ശരിയെന്ന് തിങ്ക് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അവര് ബ്ലൈൻഡ് ആണ്. അവര് ബ്ലൈൻഡ് എപ്പോഴും അവര് ഞങ്ങളുടെ വാപ്പ, വല്യവാപ്പ, ഉസ്താദന്മാര് അവരൊക്കെ ചെയ്തല്ലോ, അപ്പൊ അങ്ങനെ ഒരു വശത്തേക്ക് നിൽക്കുകയാണ്. സൂര്യപ്രകാശം എവിടുന്നാണോ അടിക്കുന്നത് അങ്ങോട്ട് ചെടി വളയുന്നത് പോലെ അങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് കാർന്നോമാരല്ല എന്റെ മതം, വാപ്പ നരകത്തിൽ ആണെങ്കിൽ മകൻ നരകത്തിൽ പോകണമെന്നല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്, റസൂലുള്ളാഹിയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്. ഈ ഒരു ലോജിക്ക് വെച്ചാണ് ഫർസീനെ പോലത്തെ ആളുകൾ ചിന്തിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവസരം പ്രയോജനപ്പെടുത്താൻ പറ്റും, മറ്റവർക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നു. അത് പോകുമ്പോ എങ്ങനെ തെറ്റാവുന്നേ? അവിടെ പോയത് എനിക്ക് ഒരു സെക്കൻഡ്, ഈ ഫർസീനയുടെ അതൊന്ന് ക്ലിയർ ആക്കട്ടെ. അവിടെ പോയി എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റാവത്തില്ല, അള്ളാഹു ശിക്ഷിക്കത്തുമില്ല. കാരണം നമുക്കറിയാം നമ്മുടെ നീയത്താണ് മെയിൻ. നമ്മൾ അവരോട് ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം. അവർ സമ്മതിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ബാധ്യത കഴിഞ്ഞു, ലക്കും ദീനിക്കും വലിയ ദീൻ. പിന്നെ അവരെ കയ്യെ പിടിച്ച് വലിക്കുകയോ പിണങ്ങുകയോ ഒന്നും വേണ്ട, അവരോട് സൗഹൃദം നിലനിർത്താം. പിന്നെ കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടി വന്നൂടെ? തീർച്ചയായിട്ടും നിലനിർത്തണം. അവിടെ പോകണം, അവിടെ പോയി നിൽക്കണം, അവരുടെ കോലം കെട്ട് കാണണം. കോലം കെട്ട് കണ്ടിട്ട് അള്ളാഹുവേ അൽഹംദുലില്ലാ, എന്നെ നീ ഇതിനകത്ത് ആക്കിയില്ലല്ലോ പഠിച്ചവനെ, ഇവര് കിടന്ന് കാണിക്കുന്ന കോലം കെട്ട് കണ്ടില്ലേ, എന്തൊക്കെയാണോ കാണിക്കുന്നത്. അങ്ങനെ പറഞ്ഞ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞു. ആ ആ പക്ഷെ പോകുന്നത് എന്തിനു വേണ്ടിട്ടാ? അതിന് സപ്പോർട്ട് ചെയ്യാനല്ല. കുടുംബ നാളത്തെ ഒരു അവസരം ഇനിയും അതായത് മുഅ്മിൻ എന്ന് പറയുന്ന ഹിക്മത്താണ്. അവിടെ പോയില്ല എന്ന് വെച്ചോ, ഫർസീന എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് പിന്നെ അവരാരും മിണ്ടത്തില്ല. അപ്പം അവിടെ പോകുമ്പം അവരുടെ വിചാരം ആ പുള്ളിക്കാരി വലിയ കുഴപ്പമില്ല, മഴത്ത് വന്ന് നിൽപ്പുണ്ട്. നമ്മളതല്ല, അതിനെ യൂട്ടിലൈസ് ചെയ്യുക ചെയ്യുന്നത്. ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത അവസരത്തിൽ വീണ്ടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. കാരണം നമുക്ക് പിന്നെ അവിടെ പോകണം എന്ന് ഞാൻ പറഞ്ഞത് ഫർസീനയുടെ സ്പെഷ്യൽ കേസാ പറഞ്ഞത്. ഇത്രയും വ്യക്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഷിർക്കും ബിദഅത്തും മനസ്സിലായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പോകണം എന്ന് പറഞ്ഞത്. അതേസമയത്ത് ആടി ഒലഞ്ഞു നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോകരുത്. കാരണം അയാൾ വീണ്ടും ജാഹിലിയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വ്യക്തമായി
ദഅവത്ത് നടത്താനുള്ള ഈ ബോധം ഉള്ളിലുണ്ടെങ്കിൽ അവിടെ പോവാം. കാരണം അവര് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം അള്ളാഹു അല്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി അറുത്ത ഇറച്ചി കഴിക്കാൻ പറ്റില്ല. ജസ്റ്റ് അവിടെ പോയി ചുമ്മാ ഒന്ന് കറങ്ങി നിൽക്കുക. അത് ഒരിക്കലും അവരുമായിട്ട് കൂടിച്ചേരാൻ വേണ്ടിയല്ല. അത് പറ്റില്ല. ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാം. ആണ്ട് നേർച്ചയോ തങ്ങന്മാരുടെ പേരിലോ ഒക്കെ നേർന്ന ഫുഡാണേ പറ്റും. എക്സാമ്പിളാ പറഞ്ഞത്. അതുപോലത്തെ ഒരുപാടുണ്ട്. ഉം. തീർച്ചയായിട്ടും മതപരമായ അധ്യാപനങ്ങൾ കുറവാണ്. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് പ്രയോറിറ്റി കുറയും, പുരുഷന്മാർക്ക് പ്രയോറിറ്റി കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേർതിരിവ് അതിനിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരം ലിബറൽ കാഴ്ചപ്പാടുകളുള്ള ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ ഈ കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ചിന്താഗതികളുള്ളവർ സ്വാഭാവികമായിട്ടും അതിലേക്ക് ചായ്വ് വരും. അതിന്റെ കാരണം എന്താ? ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങളല്ല വീടുകളിൽ അതാണ് പറയുന്നത്. മാതാപിതാക്കൾ ദീൻ പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം, മദ്രസയിൽ പഠിപ്പിക്കണം, നാട്ടിൽ നടപ്പിലാക്കണം. അങ്ങനെ വരുമ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ ഒന്നും ഒരു സ്ഥാനവും കിട്ടത്തില്ല, എടുത്ത് വലിച്ചെറിയേണ്ടി വരും. ഇസ്ലാമിലെ സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണ്. അവൾ അടുക്കളയിൽ ഒതുങ്ങുന്നവളല്ല. അവൾക്ക് അവളുടേതായ റൈറ്റ്സ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തു, എല്ലാം കാണിച്ചു കൊടുത്തില്ലേ? മറ്റൊരു അറാബി വന്ന് ചോദിക്കുന്നത്, എനിക്ക് 7 മക്കളുണ്ട് റസൂലെ, ഞാൻ ഒരെണ്ണത്തിനെ പോലും ഉമ്മ കൊടുത്തിട്ടില്ല എന്ന്. അപ്പൊ റസൂൽ മറുപടി പറയുന്നത് എന്താ? അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ നിന്നും കാരുണ്യം എടുത്തു കളഞ്ഞ് എന്ത് ചെയ്യാന്ന്. ശരിക്കും ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? മക്കയില് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ പിതാവ് എന്ന് പറയുന്നത് നാണക്കേട് കൊണ്ട് അത്രയും അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഒരു പിതാവിനെ. അപ്പൊ പെണ്ണായി പോയല്ലോ, നാശം, ലാസ്റ്റ് എങ്ങനെയും ഒക്കെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു പെണ്ണിനെ ഉമ്മ വയ്ക്കാൻ പറ്റും? പറ്റില്ല. അപ്പൊ അത് തെറ്റായ ഒരു അധ്യാപനമാണ് സമൂഹത്തിൽ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കാണിക്കുകയാണ്, അങ്ങനെയല്ല. ഇതാ എന്റെ ഫാത്തിമ 35-ാമത്തെ വയസ്സിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. അപ്പൊ മറ്റേയാൾക്ക് ഇറിറ്റേഷൻ ആണ്. എന്താണ് റസൂലെ, ഞാൻ ഇത്രയും നാളും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ കാരുണ്യം എന്ന് പറഞ്ഞ സാധനം, നിങ്ങൾക്ക് അത് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ അത് അടഞ്ഞുപോയി. അതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇപ്പൊ ഫർസീന ചോദിച്ചപ്പോൾ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനം ഇവിടെ ഖുറാനിലും ഹദീസിലും ലൈബ്രറികളിൽ ഇരിപ്പുണ്ട്. അത് ആരും പുറത്തെടുത്തില്ല, ആരും പഠിച്ചില്ല, നടപ്പിലാക്കിയില്ല. അങ്ങനെ വരുമ്പോ സ്ത്രീകളൊക്കെ ഒരു രണ്ടാം കിട തട്ടിലേക്ക് മാറി. അപ്പം ലിബറൽ കാഴ്ചപ്പാട് വന്നപ്പം അതിനെ എന്ത് ചെയ്തു? നമ്മുടെ എന്താ, യൂട്യൂബിൽ കുറെ ഐറ്റം ഉണ്ടല്ലോ, ശബരിമലയ്ക്ക് പോയത് ഐറ്റംസ്. അതെ. യെസ്, അത് തന്നെ.
ആ, ഈ ആൽഫ ജനറേഷൻ മാറി. തീർച്ചയായിട്ടും. അപ്പം മതപരമായ അ- ഓക്കെ, ഫർസീന പറഞ്ഞത് ശരിയാണ്. ജബീത്ത പറഞ്ഞത് മറ്റൊരു സാധ്യതയാ പറഞ്ഞത്. അതായത് ബേസ് എന്താണ്? സ്ത്രീയെ ഒരിക്കലും അടിച്ചമർത്തിയിട്ടില്ല. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടപ്പിൽ വരുത്തുവാണെങ്കിൽ പക്കായിരിക്കും. പക്ഷെ അത് നടപ്പിൽ വരുത്താൻ ഒരു പരിധിവരെ 90 കിഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനും അവരുടെ പേരൻസും, ഹെലികോപ്റ്റർ പേരന്റിംഗ് എന്നൊക്കെ അതിനെ പറയുക, 1960 മുതൽ 90 കാലഘട്ടങ്ങളിൽ ഒരാളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ ഈ ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയ വന്നപ്പം ഒരുപാട് ഇൻഫർമേഷൻ വരികയും ലോകം കാണുകയും മറ്റുള്ളവരുടെ കൺസെപ്റ്റുകളും കൾച്ചറുകളും എല്ലാം കണ്ടപ്പോ ഇസ്ലാമിക അധ്യാപനത്തെ ഉൾക്കൊണ്ടുകൊണ്ടൊന്നും അല്ല, ഫർസീന പറഞ്ഞ ശരിയാണ്, അല്ലാതെയും മറ്റു പലതിലും മക്കളെയും പെൺകുട്ടികൾക്കും സ്വാതന്ത്ര്യവും പെണ്ണുങ്ങൾക്ക് ഇത്ര ഇത്ര സാധ്യതകൾ ഉണ്ട് എന്ന് നല്ല കഴിവുള്ള പ്രൊഡക്റ്റീവായ പെണ്ണുങ്ങളൊക്കെ ഇവിടെ ക്യാരറ്റും കോവയ്ക്കൊക്കെ അരിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിപ്പില്ലായിരുന്നോ നിങ്ങൾ? അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കേണ്ടതല്ല, എന്റെ ഉള്ളിൽ ഒരു സിംഹം ഉറങ്ങുന്നുണ്ട്, എനിക്ക് ലോകത്തോട്ടിറങ്ങി സംസാരിക്കാനുണ്ട് എന്ന് മനസ്സിലായി. അപ്പം മനസ്സിലായി ആ രീതിക്ക് അവർ ഇറങ്ങാൻ തുടങ്ങി, അവരുടെ മക്കളെ വളർത്താൻ തുടങ്ങി. അതൊരിക്കലും ഇസ്ലാമിക കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടൊന്നും അല്ല, ലോകത്തെ കണ്ടുകൊണ്ടാണ്. അതെന്താണെങ്കിലും ആട്ടെ, നമ്മൾ പറഞ്ഞു വരുന്നത് ഖുർആാനിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞപ്പോ സ്ത്രീയെ ഒരിക്കലും എന്തല്ല, ആ, രണ്ടാം കട ആക്കിയിട്ടില്ല. സ്ത്രീക്ക് സ്ത്രീയുടേതായ റൈറ്റ്സുകൾ ഉണ്ട്. ഈവൻ വിവാഹം കഴിക്കാൻ വേണ്ടി പോയപ്പോഴും ഒരു പെൺകുട്ടി റസൂലുള്ളാഹി ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ വാപ്പ എന്നെ കെട്ടിച്ചു വിട്ടു, എനിക്ക് ഈ വിവാഹം വേണ്ട, ഡിവോഴ്സ് ചെയ്ത് തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ പ്രശ്നം? വാപ്പാനെ വിളിച്ചു. ചോദിച്ചു, ആ ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വാപ്പാനെ നിർബന്ധി കെട്ടിച്ചെന്ന. അപ്പൊ തന്നെ പറഞ്ഞു, ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ പിടിച്ച് ബന്ധം വേർപ്പിച്ചു വിട്ടു. പക്ഷെ അങ്ങനെയായിരുന്നു നമ്മുടെ സമൂഹത്തിലെ കാഴ്ചപ്പാട് പഴയ കാലത്തിലൊക്കെ? ഒരിക്കലും അല്ല. വാപ്പാമാർക്കും ആങ്ങളമാർക്കും ജസ്റ്റ് പെണ്ണ്, എത്ര സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ ഞാൻ ഭർത്താവിനെ കണ്ടിട്ട് പോലില്ല, അവരുടെ ഇഷ്ടത്തില് പിടിച്ച് കെട്ടിച്ചു വിടുക ചെയ്തത്. പിന്നെ അതിനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ 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 അഡ്ജസ്റ്റ് ആയി പോയെന്നുള്ളത്. ശരിക്കും ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല. കല്യാണം കഴിക്കുന്നവർ തമ്മിൽ കാണുക, മിണ്ടുക, കൺസെപ്റ്റുകൾ വർത്താനം പറയുക. മാറിയിട്ടില്ല, കുറച്ച് ചെറിയ മാറ്റങ്ങൾ വന്നു. അല്ല, അല്ല, ഇസ്ലാമിക കാഴ്ചപ്പാടിലല്ല. അതാ ഞാൻ പറഞ്ഞത്. മീഡിയ. പറഞ്ഞു. വലൈക്കും സ്ലാം. ഒരിക്കലും വരുമല്ലോ.
അതെ, അത് തന്നെയാണ് എന്റെ പോയിന്റ്. ഇസ്ലാമികമായ രീതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും ഖേദിക്കേണ്ടി വരില്ല. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന് തന്നെ അറിയാമല്ലോ അവന്റെ ജീവിതം എങ്ങനെ കൃത്യമായിട്ട് പോകുന്നു. അത് നമ്മൾ പറഞ്ഞപ്പോ അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഫർസീനയുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നത്. ഇന്ന് സ്ത്രീകൾ ഇങ്ങനെ രണ്ടാം തട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ, ജനങ്ങൾ അങ്ങനെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുകയല്ലായിരുന്നല്ലോ. അപ്പൊ അതിനെ മറുപടി പറഞ്ഞു. നമ്മളെല്ലാം നിൽക്കുന്ന ഒരേ പോയിന്റിലാണ്. അങ്ങനെ നടപ്പിലാക്കുന്നില്ല. നടപ്പിലാക്കാത്തത് കൊണ്ടാണ് പെൺകുട്ടികൾ ചാടിപ്പോകുന്നതും ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നതും ഇസ്ലാമിനെ വെറുക്കുന്നതും എല്ലാം. അപ്പോഴാണ് ജബീത്ത അവിടെ പറഞ്ഞത് ഇസ്ലാമിന്റെ ഒറിജിനൽ കാഴ്ചപ്പാടിനകത്ത് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ പരിധിക്കകത്ത് നിന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെ, അത് തന്നെയാണ് ഇപ്പം ഇവിടെ സാഹിറായും പറഞ്ഞത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അധ്യാപനം എപ്പോഴും നടപ്പിൽ വരുത്തണം. അത് മറന്നപ്പോഴാണ് അവിടെ ക്യാൻസർ ഉണ്ടായത്. അതുകൊണ്ട് ഉം അതെ, കൊടുത്ത അർത്ഥം. അതെ, അതെ, അതാണ്. മാഷാ അല്ലാ. അപ്പൊ ഇതാണ് ആ ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഖുർആനിന്റെ തലത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പൊ സൂറാത്ത പറഞ്ഞതിന്റെ ടോട്ടൽ കൺക്ലൂഷൻ. ഖുർആനിന്റെ പർപ്പസിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഖുർആനിനെ ഖത്തമുൽ ഖുർആനും മരിച്ചെടുത്ത് യാസീൻ ഓതാനും വേണ്ടി മാത്രമാക്കി തീർത്തു. അപ്പോൾ മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മറന്നുപോയി. അതാണ്. ഖുർആന്റേതായ രീതി നമ്മളോട് സംസാരിച്ചിരുന്നെങ്കിൽ 100 വട്ടം മാറിയനെ, പ്രൊഡക്റ്റീവ് ആയനെ, കൺസ്യൂമേഴ്സിന് വിട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടായേനെ. അപ്പോ ഇൻഷാ അല്ലാ നമുക്ക് ആ ആയത്തൊന്ന് ക്ലോസ് ചെയ്യാം. അള്ളാഹു പറയുന്നു മാക്സിമം അവസരം ഇട്ട് കൊടുക്കും, പിന്നെ പിടിക്കും, രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടും, പോകുന്നവർ പോകും. കൈഫ കാന നക്കീർ, എങ്ങനെയുണ്ട് എന്റെ പണിഷ്മെന്റ്? അള്ളാഹു ചോദിക്കുക. ആ ചോദ്യം നമ്മളോടും ചോദിക്കുക, റസൂലുള്ളാഹിയോടും ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മളോടും ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? എങ്ങനെയുണ്ട് എന്റെ പണിഷ്മെന്റ്? ഇപ്പോ മദ്രസയിൽ ഒരു കുട്ടീനെ നമ്മൾ എന്താ സ്കൂളിൽ ഒരു കുട്ടീനെ പണിഷ്മെന്റ് കൊടുത്തു, ഒന്ന് തെറ്റ് ചെയ്തപ്പോ. മറ്റു കുട്ടികളോടോ ടീച്ചേഴ്സിനോടോ അവിടുത്തെ പ്രധാന അധ്യാപകൻ ചോദിക്കണം, എങ്ങനെയുണ്ട് എന്റെ പണിഷ്മെന്റ് എന്ന് ചോദിക്കുന്നത് എന്തിന്റെ അർത്ഥത്തിലായിരിക്കും, അടിസ്ഥാനത്തിലായിരിക്കും? നിങ്ങൾ പറ. കുറ്റം ചെയ്തുകൊണ്ടാണല്ലോ പണിഷ്മെന്റ് കൊടുക്കേണ്ടി വന്നേ. എന്റെ പണിഷ്മെന്റ് എങ്ങനെയുണ്ട് എന്റെ പണിഷ്മെന്റ് എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട് എന്റെ പണിഷ്മെന്റ്? ഗൗരവം, പണിഷ്മെന്റിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിലും കൂടിപ്പോണമെങ്കിലും കുറഞ്ഞതെങ്കിലും ആ പണിഷ്മെന്റ് നമ്മൾ കാണണ്ടേ? അല്ല അതിന്റെ എന്തെങ്കിലും ഒന്ന് നമ്മൾ അനുഭവിക്കണ്ടേ? അടി കൊടുക്കുന്ന കാണണം, അടി കൊടുത്ത പാട് കാണണം, അല്ലെങ്കിൽ അവരുടെ ഉമ്മ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ? ആ, അതാണ് പോയിന്റ്. എങ്ങനെയുണ്ട് എന്റെ പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ചിലപ്പോ അത് കാണാനാണ് നമ്മളോട് പറയുന്നത്. കാണാൻ. അതായത് ഒരു ട്രിപ്പ് മോഡ് പ്ലാൻ ചെയ്തോളൂ, വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ, വിട്ടോളൂ. ഇതാണ് നമ്മളോട് പറയുന്നത്. ടൂർ പൊക്കോളൂ. ഇവിടെയാണ് ടൂർ പോകാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ടൂർ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് പെരുന്നാളിന് ഖുറാനായത്ത് ഞങ്ങൾ ഖുറാനിൽ പഠിച്ചു ടൂർ പോകാൻ, അങ്ങനെയല്ല. ചുറ്റി സഞ്ചരിക്കാൻ, ലോകം ചുറ്റി സഞ്ചരിക്ക്. ഇത്തരത്തിലുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ, ഈ പറയുന്ന 4 നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിൽ വരുത്താത്ത സമൂഹം തലമുറകൾ ജീവിച്ചു പോയി. അവരെ ഞാൻ പണി കൊടുത്തത്, മാക്സിമം സമയം കൊടുത്തിട്ട് അവരത് യൂട്ടിലൈസ് ചെയ്തില്ല. അവരുടെ പര്യവസാനം എങ്ങനെയാണ് എന്ന് നീ ഒന്ന് പഠിച്ചു നോക്കൂ, റിസർച്ച് ചെയ്ത് നോക്കൂ, ഒരു പഠനയാത്ര നടത്തി നോക്കൂ. അതാണ് നക്കീർ, എങ്ങനെയാണ് എന്റെ പണിഷ്മെന്റ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരെ പോകാം. പടച്ചോൻ പറയുകയാണ്, ഫക അയ്യിൻ മിൻ ഖറിയത്തിൻ, എത്രയെത്ര ഗ്രാമങ്ങളാണ്, അഹ്ലക്നഹ, ഞാൻ അതിനെ നശിപ്പിച്ചു കളഞ്ഞു, വഹിയ വാലിമത്തുൻ, കണ്ടോ അവര് ളുൽമിലായിരുന്നു. ഇപ്പൊ നമ്മൾ ഇത്രയും ചർച്ച ചെയ്ത സാധനം തന്നെ, ഖുർആനെ മറന്നുകൊണ്ടുള്ള ജീവിതം,
വഹിയ ളാലിമത്തുൻ, അവർ അക്രമപരമായ ജീവിതത്തിലായിരുന്നു. ഫീ ഫീഹ ഹാവിയത്തുൻ അല ഉറൂഷിഹ, കീഴ്മേൽ അവരുടെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. വ ബിഉറുൻ മുഅത്തലത്തിൻ, മൈക്ക് ഓഫ് ചെയ്യാമോ? വ ബിഉറുൻ മുഅത്തലത്തിൻ, തുറന്നു കിടക്കുന്ന കിണറുകളും, അതുപോലെ വ കസ്റിൻ മഷീദ്, വലിയ ശക്തമായ പവർഫുള്ളായ കൊട്ടാരങ്ങളും, സുഭദ്രമായ കൊട്ടാരങ്ങളും എത്രയെത്ര കിണറുകളുമാണ് കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്നത്. ഇവിടെ ഈ ആയത്തിൽ ഒരു വിഷ്വൽ ഇമേജ് ആണ്. ശരിക്കും ടൂർ പോയില്ലെങ്കിലും നമ്മൾ കണ്ടില്ലേ, ഈ ഫലസ്തീനിലൊക്കെ ഇസ്രായേലിലൊക്കെ ഇങ്ങനെ മിസൈൽ വന്ന് വീണിട്ട് ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ തകർന്ന് കിടക്കുക. അവിടെ വണ്ടികളൊക്കെ തലയും കുത്തി കിടപ്പുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നോക്കിയേ, എല്ലാം ഇങ്ങനെ ഒരു വിഷ്വലൈസേഷൻ. പടച്ചോൻ അതാണ് ഒരു വിഷ്വൽ കൊണ്ടുവരികയാണ്. തകർന്ന് തരിപ്പണമായ വീടുകള്, ഉപേക്ഷിക്കപ്പെട്ട കിണറുകള്, ശൂന്യമായ കൊട്ടാരങ്ങള്, അനക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ പോകുമ്പോ പണ്ടെങ്ങാണ്ട് ഇവിടെ ആള് താമസിച്ചായിരുന്നു, ഇപ്പോൾ ഇവിടെ മൊത്തം മാറാലെല്ലാം കയറി മൃഗങ്ങളെല്ലാം കയറി ഇങ്ങനെ നടക്കുന്ന ഇത്. അതായത് ഒരു സംസ്കാരത്തിന്റെ നാശമാണ് അവിടെ. നേരത്തെ പറഞ്ഞ തന്നെ ആ 5 സംസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു, 5 പ്രവാചകന്മാരുടെ തലമുറകൾ, ജനറേഷനെ കുറിച്ച് ടോട്ടലി പഠിച്ചോ പറഞ്ഞാണ്, നിങ്ങൾക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സംസ്കാരങ്ങളെ, തലമുറകളെ നശിപ്പിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രധാനമായിട്ടും ചരിത്രം പഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും എളുപ്പമുള്ള, മക്കക്കാർക്ക് തൊട്ടടുത്ത് പോയി പഠിക്കാനുള്ള സ്ഥലമാണ് പറഞ്ഞത്. സൗദി അറേബ്യയിൽ തന്നെ ആണ് മറ്റേ മദിയൻ ഗോത്രം, അതേപോലെ ചാവുകടല്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഗതികൾ അവർക്ക് തന്നെ ദൂരെ ഒന്നും പോകണ്ട, അടുത്ത് തന്നെ പോയി പഠിക്കാൻ പറ്റുന്ന ഒരു പഠനാത്മകമായ ട്രിപ്പാണ് പഠിച്ചവൻ അവിടെ കാണിക്കുന്നത്. പിന്നെ അവിടെ ഒഴിഞ്ഞ കിണറുകൾ എന്ന് പറഞ്ഞു. അറബികളും കിണറും തമ്മിലുള്ള ബന്ധം ഒരു ഭയങ്കരമായ ഭാഷാപരമായ രഹസ്യം അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ മരുഭൂമിയിലെ കിണർ കുത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കേസാണ്. കാരണം എല്ലായിടത്തും കുത്തിയ വെള്ളം കിട്ടത്തില്ല. ഒരു കിണർ കുത്തിക്കഴിഞ്ഞാൽ ആ കിണറുമായി ബന്ധപ്പെട്ട് അവിടെ എന്ത് തുടങ്ങും? ഒരു സംസ്കാരം തുടങ്ങും. കിണറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജീവസന്ധാരണ ഒരു കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യും. ഒരു കിണറുണ്ടെങ്കിൽ അവിടെ മരുഭൂമിയിലൂടെ പോകുന്ന കച്ചവടക്കാര് അവിടെ ഒട്ടകം നിർത്തും. ഒട്ടകത്തിന് ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കും. അവരവരുടെ തോൽസഞ്ചിയിൽ വെള്ളം നിറയ്ക്കും. അവർ അന്നത്തെ ദിവസം അവിടെ ടെന്റ് അടിച്ച് കിടക്കും. ദൂരെ നിന്നും പക്ഷികൾ പറന്ന് അവിടെ വെള്ളം കുടിക്കാൻ വരും. ടോട്ടലി അതൊരു സിറ്റിയായി, ഒരു ജനവാസ കേന്ദ്രമായി രൂപപ്പെടും. അതിന്റെ ബേസിക് ഫാക്ട് എന്ന് പറയുന്നത് കിണറാണ്. ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ ചരിത്രത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകാം. മക്കയില് ആൾതാമസമില്ലാത്ത ഒരു സ്ഥലത്ത് സംസം എന്ന ഉറവ പൊട്ടിപ്പുറപ്പെട്ടത് കൊണ്ടാണ് ഹാജറ ബീവി, ഇസ്മായിൽ നബി അവിടെ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് അവിടെ കിളികൾ വന്ന് വെള്ളം കുടിക്കാൻ, അപ്പൊ ദൂരേന്ന് പോകുന്ന കച്ചവടക്കാര് വെള്ളം അന്വേഷിക്കുന്നത് ഇങ്ങനെ കിളികളെ നോക്കി. എവിടെയെങ്കിലും കിളികൾ ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കിണറുണ്ടെന്ന് മനസ്സിലാക്കുകയും ഒട്ടകത്തിനുമായിട്ട് നേരെ അങ്ങോട്ട് പോകും. അത് മാത്രമല്ല, ഒട്ടകത്തിന് വെള്ളമുള്ള സ്ഥലം സെൻസ് ചെയ്യാൻ പറ്റും. പഠിച്ചും വെച്ചിരിക്കുന്ന വേറെ അഫല യംബുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, അത് വേറൊരു വിഷയമാണ്. ഒട്ടകം തന്നെ അങ്ങോട്ട് യാത്ര തിരിക്കും. നമ്മളിപ്പോ നേരെ പോകുന്നെങ്കിൽ ഒട്ടകം നിൽക്കും, വലത്തേക്ക് പോകും. അപ്പൊ നമ്മളാണ് എന്ത് ചെയ്യും? ഒട്ടകത്തിന് ചുമ്മാ അട്ടി കൊടുക്കും. അത് ബോധമില്ലാത്തതുകൊണ്ടാ. ഒട്ടകത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരു റൈഡർ ആണെങ്കിൽ എന്റെ ഒട്ടകത്തിന് ദാഹിക്കുന്നുണ്ട്, അപ്പൊ എന്റെ ഒട്ടകം വെള്ളമുള്ള സ്ഥലം സെർച്ച് ചെയ്യുകയാണ്. അപ്പൊ ഒട്ടകത്തിന് അതിന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? ന്യൂട്രലിൽ തന്നെ ഇരിക്കും. ചിലപ്പോൾ കിലോമീറ്റർ പോയിട്ട് വെള്ളം കണ്ടുപിടിക്കും. അപ്പൊ അയാൾ അന്നത്തെ ദിവസം അവിടെ കിടക്കും. അപ്പൊ അങ്ങനെ സംസം ഉറവയുടെ പിന്നാമ്പുറത്ത് പോയി പിന്നീടാണ് അത് മക്കയായി രൂപപ്പെടുന്നത്. മനസ്സിലായില്ലേ? വലിയ കച്ചവട കേന്ദ്രമായി, ഒരു ഗ്രാമമായി, ഇന്നത്തെ നോക്കിയ ലക്ഷക്കണക്കിന് ആളുകളുള്ള. അതിന്റെ ഏറ്റവും ബേസിക് ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? കിണർ. അത് സംസം കിണർ. അതാണ് ഇവിടെ പഠിച്ചവൻ എടുത്തു പറഞ്ഞത്. ബിഉറു മുഅത്തലത്ത്. ബിഉറു മുഅത്തലത്ത് എന്ന് പറഞ്ഞത് എന്താണ്? ശൂന്യമായി കിടക്കുന്ന കിണറുകൾ. അപ്പൊ കിണറുകൾ ശൂന്യമായി കിടന്നു കഴിഞ്ഞാൽ അറബികൾക്ക് മനസ്സിലാവും, ഈ കിണർ ആരോ കുത്തിയതാണ്, ഇവിടെ മനുഷ്യൻ താമസിച്ചിരുന്നു, മനുഷ്യൻ താമസിക്കുന്നിടത്തേ കിണർ കുത്തത്തുള്ളൂ, ആ മനുഷ്യർക്ക് ഇപ്പൊ എവിടെ പോയി? കിണർ ഇപ്പൊ വെറുതെ കിടക്കുന്നല്ലോ. അപ്പൊ ഇതൊരു അടയാളമാണ്. അറബികൾക്ക് ഹൃദയത്തിൽ ആണ്ട് പൂണ്ടിറങ്ങുന്ന അടയാളങ്ങളാണ്. അതാണ് പഠിച്ചവൻ കൃത്യമായിട്ട് അറബ്സിന്റെ ആ ഒരു സിംറ്റമായിട്ട് അവിടെ കിണറിനെ പറയുന്നത്. ഭാഷാപരമായ വിശദീകരണമാണ് കേട്ടോ. അത് ആ വിശ്വസിച്ചാലും വിശ്വസിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമല്ല. അത് ജീവന്റെ അടയാളമാണ്. കൃഷി ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു.
പിന്നെ കൊട്ടാരം, പിന്നെ പറഞ്ഞ കസ്രിം മഷീദ്, കൊട്ടാരം ഉണ്ടായിരുന്നു. കൊട്ടാരം വേണമെങ്കിൽ തന്നെ അവിടെ റിച്ച് ആളുകൾ താമസിക്കണം. പവർഫുള്ളായ, അധികാരമുള്ള, സമ്പത്തുള്ള ആളുകൾ താമസിച്ചാൽ മാത്രമേ അവിടെ കൊട്ടാരങ്ങൾ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ലോക്കൽ ചേരികളായിരിക്കും. അപ്പം ഇതവിടെ തലയും കുത്തി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മളിപ്പോൾ യാത്ര പോകുമ്പോൾ നമ്മൾ ബുക്കും പേനയും ഡയറിയൊക്കെ ആയിട്ട് ഒരു പ്രൊജക്റ്റ്, ഒരു അസൈൻമെന്റ് തയ്യാറാക്കാൻ വേണ്ടിയാണ് പോയത്. തുറന്ന കിണറുകൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ കൃഷി ഉണ്ടായിരുന്നു, മനുഷ്യജീവിതം ഉണ്ടായിരുന്നു, മൃഗങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കൊട്ടാരങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ പവർഫുള്ളായ, അധികാരികളായ, പണമുള്ള, രാഷ്ട്രീയ മേൽക്കോയ്മയുള്ള ആളുകൾ താമസിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു അസൈൻമെന്റ് തയ്യാറാക്കി. അപ്പോ നമ്മൾ ചോദിക്കുകയാണ്, ഹൂ ഈസ് ലിവിങ് ഹിയർ? ആരാണ് ഇവിടെ താമസിച്ചത്? ചോദിക്കൂലേ? ചോദിക്കോ? ആ. അപ്പൊ 46-ാമത്തെ ആയത്ത് പടച്ചോൻ തന്നെ പറഞ്ഞു, അഫലം യസീറു ഫിൽ അർദ്, ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുന്നില്ലേ? ഫതകൂന ലഹും, അവിടെ കൊണ്ട് നിർത്ത്. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? അതെ, സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാണോ? അങ്ങനെയാ. അങ്ങനെ നിങ്ങൾ കണ്ണ് തുറന്ന് അവിടെ പോയി കാണുമ്പോ, ഈ അടയാളങ്ങളെല്ലാം കാണുമ്പോ, ഖുർആനിൽ പറഞ്ഞ ഇതുമായി ചേർത്ത് വെക്കുമ്പോ അവിടെ മനുഷ്യന് രണ്ട് കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത്. ആ രണ്ടാമത്തെ കാഴ്ചപ്പാടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്, ഫതകൂന ലഹും കുലൂബുൻ, അങ്ങനെ അവർക്ക് കൽബുണ്ടായിരുന്നെങ്കിൽ, യഅഖിലൂന ബിഹ, അവർ ആ കാഴ്ച കണ്ട് ചിന്തിച്ചേനെ. ചിന്തിച്ചേനെ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന്. പക്ഷേ അതുപോലെ ഔ ആസാനുൻ, അവർക്ക് കാതുകൾ ഉണ്ടായിരുന്നെങ്കിൽ, യസ്മഊന ബിഹ, അവർ അത് അവിടുത്തെ വർത്തമാനങ്ങൾ കേട്ട് അവർ മനസ്സിലാക്കിയേനെ, കേട്ടേനെ. പക്ഷെ പടച്ചോൻ പറയുകയാണ്, ഫ ഇന്നഹ, വലിയ ഫിലോസഫിയാണ് പറയുന്നത്, ഫ ഇന്നഹ ലാ തഅമൽ അബ്സാർ, ഒരിക്കലും കണ്ണുകൾക്ക് അന്ധത ബാധിക്കുകയില്ല. വലാകിൻ തഅമൽ ഖുലൂബ്, ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുന്നത്. അല്ലത്തി ഫിസ് സുദൂർ, നെഞ്ചിനകത്തുള്ള, അതിന് വലിയ ന്യൂറോ സയൻസ് ഒക്കെ ഉണ്ട്, ഇപ്പൊ സമയമില്ല പറയാൻ. നെഞ്ചിലുള്ള ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുന്നത്. ഒരു മനുഷ്യന്റെ കണ്ണിനല്ല അന്ധത ബാധിക്കുന്നത്. നമുക്ക് എത്ര വലിയ വർത്തമാനം പടച്ചോൻ പറഞ്ഞേ. നമ്മൾ ഈ കണ്ണെന്ന് പറയുന്ന കാഴ്ച മാത്രമേ ഉള്ളൂ, കാതെന്ന് പറയുന്ന കേൾവി മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട രണ്ട് ഇന്ദ്രിയങ്ങളെ പഠിച്ചവൻ പറഞ്ഞത്. പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്ക് ഉൾക്കാഴ്ച, ഉൾക്കേൾവി എന്ന് പറയുന്നതാണ് ഇൻസൈറ്റ്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞ, അതിന്റെ ന്യൂറോ സയൻസ് കുറച്ച് ഉണ്ട് ചർച്ച. ബ്രെയിനിൽ നിന്നും ഹൃദയമായിട്ട് പങ്കെടുക്കുന്നു. വെരി ഗുഡ്. എനിക്ക് തോന്നി ആ ചോദ്യത്തിന് ഇത് കണ്ടപ്പോൾ. ഇപ്പൊ അത് പറഞ്ഞ സമയം നീണ്ടുപോകും. ഇന്നത്തെ നിരീശ്വരവാദികൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു പോർഷനാണത്. മനുഷ്യന്റെ ബുദ്ധിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അവന്റെ ബുദ്ധി, തലച്ചോറാണ്. അപ്പൊ ഹൃദയം എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രയോഗമല്ലേന്ന് ജസ്റ്റ് ജബീത്ത ഇന്ന് തന്നെ ഗൂഗിൾ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അറിയിക്കണമെന്ന് ഞാൻ ജബീത്താനെ മുമ്പ് ജബീത്താക്ക് ഇതുപോലെ ഒരു ടാസ്ക് തന്നായിരുന്നു. ജബീത്ത അത് നിർവഹിച്ചിട്ടില്ല ഇതുവരെ. ഓർക്കുന്നുണ്ടോ എന്താന്ന്? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ആരെങ്കിലും ഒന്ന് സഹായിക്കാമോ? മറന്നുപോയി. ഓക്കെ. അതെ, എത്ര 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 മറുപടിയാ വന്നേ. അപ്പൊ അത് ജബീത്ത ചെയ്തിട്ടില്ല. ഇന്ന് ജബീത്താക്ക് ഈ ഖുറാൻ ക്ലാസ്സിൽ നിന്ന് പ്രോജക്റ്റ് ആണ്. ഇന്ന് ചാറ്റ് GPT ചോദിക്കണം, മനുഷ്യന്റെ ഹൃദയം അവന്റെ ബുദ്ധിപരമായ ഏതെങ്കിലും തരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഇസ്ലാം പറയുന്നു, ഖുറാൻ പറയുന്നു. അതിന് എന്തെങ്കിലും സയൻസുമായി ബന്ധമുണ്ടോ? അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ഏതാണ്? ആ ചർച്ചയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കണം. അപ്പൊ അവര് തരുന്ന റിപ്പോർട്ട് ഇന്നൊന്ന് ഗ്രൂപ്പിൽ ഇടണം. ഈ മിഷൻ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ ജബീത്ത വന്നില്ലെങ്കിൽ ആരെങ്കിലും പേഴ്സണൽ മെസ്സേജ് ഇട്ടൊന്ന് ഓർപ്പിച്ചേക്കണേ. റമദാനൊക്കെ ആണ്. അപ്പൊ അത് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ജബീത്ത റിസർച്ച് ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അള്ളാഹു പറയുന്നത് എന്താണ്?
ഈ കാഴ്ച, ഈ കേൾവി എന്നൊക്കെ പറയുന്നത് വെറും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സ്ഥലം മാത്രമാണ്. യഥാർത്ഥത്തിൽ പ്രോസസ്സ് നടക്കേണ്ടത് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച, ഉൾക്കേൾവിയാണ്. ഇത് നടന്നില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം മരിച്ചതിന് തുല്യമാണ്, ജീവിച്ചിരിക്കുന്ന മയ്യത്താണ്. ചരിത്ര സഞ്ചാരം കൊണ്ടോ, എത്ര പ്രസംഗിച്ചത് കൊണ്ടോ, എത്ര വായിച്ചത് കൊണ്ടോ ഈ ഒരു സ്ഫോടനം, വൈജ്ഞാനിക സ്ഫോടനം ഉള്ളിൽ നടന്നില്ല എങ്കിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഫർസീനയ്ക്കൊക്കെ നടന്നിട്ടുണ്ട്. ഫർസീന അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കുന്നു, കാണുന്നു, അതിന്റെ അപ്പുറത്തേക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് പറയാനുള്ളത്. ലാസ്റ്റ് പോയിന്റ് ഇതാണ്: മനുഷ്യൻ സത്യം കാണാത്തത് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടല്ല. എവിഡൻസുകൾ ധാരാളമുണ്ട്. നിരീശ്വരവാദികൾക്ക് പോലും റബ്ബിനെ തിരിച്ചറിയാൻ പറ്റാത്തത് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടല്ല. എവിഡൻസുകൾ, ഒരു തെങ്ങ് പോലും, ഒരു ഉറുമ്പിനെ പോലും ഒരു ശാസ്ത്രത്തിനും നിർമ്മിക്കാൻ പറ്റില്ല. ഒരു ശാസ്ത്രത്തിനും നിർമ്മിക്കാൻ പറ്റില്ല, എവിഡൻസുകൾ ഇല്ലാത്തത് കൊണ്ടല്ല. മറിച്ച് ഇന്റേണൽ ബ്ലൈൻഡ്നെസ്, ആ സാധനമാണ് അന്ധത. അത് കാരണമാണ് എന്ന് പഠിച്ചവൻ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മാഷാ അല്ലാഹ്, വളരെ പ്രൊഡക്റ്റീവായ ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെയായിരുന്നു നമ്മുടെ ഖുർആൻ ക്ലാസ്. വെറും ഒരു പ്രസംഗം കേൾക്കുന്നതിന് അപ്പുറത്തേക്ക് നല്ല 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 ചോദ്യങ്ങളും ആശയങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ കൂട്ടായ്മയായി മാറിയിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. നിങ്ങളൊക്കെ സ്ട്രോങ് ആണേ. നമുക്ക് വേണമെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്, പിന്നെ ആലോചിക്കാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു പാവങ്ങൾ പുറക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.